ഈ ധവളപത്രം ഉയർത്തിവിട്ട ശബ്ദവും പുകയുമൊക്കെ അല്പം ഒന്ന് അടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ ചർച്ച നാം വീണ്ടും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു ഉചിതമായ കാര്യമാണ്. ഇത് കേരള എക്കണോമിക് അസോസിയേഷനാണ്, ഒരു അക്കാഡമിക് കമ്മ്യൂണിറ്റിയുടെ വിലയിരുത്തലാണ്, വിശകലനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കൂടുതൽ സമയമെടുത്ത് ധൃതി പിടിച്ചു അതിൻ്റെ വാർത്താ പ്രാധാന്യത്തിനപ്പുറത്തുള്ള അതിൻ്റെ കാതലിലേക്കും അതിൻ്റെ കാമ്പിലേക്കും ഇറങ്ങിച്ചെന്ന് ഉള്ള ഒരു ചർച്ചയ്ക്ക് ആണ് ഈ എക്കണോമിക് അസോസിയേഷൻ തീരുമാനിച്ചതെന്നുള്ളത് സ്വാഗതാർഹമായ കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണിത്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ തന്നെ വളരെ അഭൂതപൂർവമായ സാമ്പത്തിക രംഗത്തും മറ്റു രംഗത്തും, പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് വളരെ അഭൂതപൂർവമായ വെല്ലുവിളികൾ നേരിട്ട ഒരു കാലമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നാം കണ്ടിട്ടും കേട്ടിട്ടും, നമ്മുടെ തലമുറയെങ്കിലും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത തരത്തിലുള്ള ഭീകരമായിട്ടുള്ള അനുഭവങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, വലിയ മഹാവ്യാധികൾ, മഹാപ്രളയം, 100 വർഷത്തിലൊരിക്കൽ വരുന്ന പ്രളയം, ഇങ്ങനെ മലയാളികളുടെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധികളെ, ആ വെല്ലുവിളികളെ എങ്ങനെയാണ് നാം, കേരളം, സർക്കാർ, മലയാളി സമൂഹം ഒക്കെ നേരിട്ടത്, അതിജീവിച്ചത് എന്നുള്ളതും വാസ്തവത്തിൽ വളരെ കാലത്തിന് ശേഷമെങ്കിലും കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരത്തിൻ്റെ ഒരു ഖനിയാവും. കാരണം ഒരു അസാധാരണ കാലത്ത് അസാധാരണ വഴികളിലൂടെയാണോ നമ്മൾ സഞ്ചരിച്ചത്, അതിലെത്രമാത്രം നാം വിജയം കൈവരിച്ചു, എന്തൊക്കെ പരിമിതികളാണ് നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് വീഴ്ചകൾ ഉണ്ടായെന്നുള്ളത് വാസ്തവത്തിൽ വരും തലമുറകൾക്കൊരു സാധന പാഠമായി പോലും മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ നല്ല, നാളെയും മറ്റന്നാളും ഒക്കെ വരുന്ന പുതിയ തലമുറ ഒരുപക്ഷെ ഈ 90-ലെ 99-ലെ വെള്ളപ്പൊക്കത്തിനെക്കുറിച്ച്, മഹാമാന്ദ്യത്തെക്കുറിച്ച്, മഹായുദ്ധങ്ങളെക്കുറിച്ച് ഒക്കെ പല ചർച്ചകളുടെയും ഒരു കേന്ദ്ര ബിന്ദുവായി ചർച്ച ചെയ്യുന്നത് പോലെ ഒരുപക്ഷെ ഈ 10 വർഷത്തെ മലയാളി അനുഭവം, കേരളത്തിലെ അനുഭവം അങ്ങനെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ധവളപത്രമാണോ ഇത് സ്റ്റാറ്റസ് റിപ്പോർട്ടാണെന്നുള്ളതിൻ്റെ പേര് സംബന്ധിച്ച് പോലും തർക്കമുണ്ട്. ധവളപത്രം എന്നാണ് ഞങ്ങളെ പോലെയുള്ള മാധ്യമപ്രവർത്തകരും പൊതുസമൂഹവും വിളിക്കുന്നതെങ്കിലും ഇതിൻ്റെ കർത്താക്കന്മാർ അങ്ങനെയല്ല, അത് സ്റ്റാറ്റസ് റിപ്പോർട്ടാണ്. അതൊരു ധവളപത്രമാണോ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചയുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കിയവർ അഭിനന്ദനം അർഹിക്കുന്നത് വെറും 2 ആഴ്ചത്തെ സമയം കൊണ്ട്, പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു, അത് 2 ആഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പ് ഇത്ര സമഗ്രമായ ഏതാണ്ട് 200ഓളം പേജുള്ള ഒരു സമഗ്രമായ പഠനം, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഒക്കെ വ്യത്യസ്തമാകാം, പക്ഷേ നമ്മുടെ മുമ്പിൽ വളരെ വിലപ്പെട്ട ഒരുപാട് വിവരങ്ങളും ഒരുപാട് കണക്കുകളും ഒരുപാട് സ്ഥിതിവിവര കണക്കുകളും ഒക്കെ നൽകുന്ന ഒരു വലിയ സമഗ്ര രേഖ മുന്നോട്ട് വെച്ചു എന്നുള്ളത് അവർ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറയട്ടെ. സംസ്ഥാന സർക്കാരുകളുടെ മുൻകൈയിലിറങ്ങുന്ന ഒരു ധവളപത്രവും അങ്ങനെ സർവതന്ത്ര സ്വതന്ത്രമായ ഒരു റിപ്പോർട്ട്, നിഷ്പക്ഷ ഒരു റിപ്പോർട്ടാണ് എനിക്ക് അഭിപ്രായമില്ല. അതിൽ രാഷ്ട്രീയമുണ്ട്, കക്ഷി രാഷ്ട്രീയവും ഉണ്ടാകാം. കാരണം ഒരു സർക്കാരിൻ്റെ ആവശ്യാനുസരണം തയ്യാറാക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതുവരെ ഒരു ധവളപത്രം ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാർ എന്തെങ്കിലും നല്ല കാര്യമൊക്കെ ചെയ്തു എന്ന് സൂചിപ്പിച്ചിട്ട് പോലും ഉണ്ടോ എനിക്ക് സംശയമാണ്. ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇനി വരികൾ ഇടയിലെങ്കിലും ഉണ്ടോ എന്നറിഞ്ഞുകൂടാ. അപ്പോൾ തീർച്ചയായിട്ടും അതുവരെ ഉണ്ടായിരുന്ന ഒരു ഭരണത്തിൻ്റെ ഒരു അതിനിശ്ചിതമായ വിമർശന പാഠം ആണ്, അല്ലെങ്കിൽ വിചാരണ ആണ് ഈ ധവളപത്രം നൽകുന്നത്. അത് തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എത്രമാത്രം ബോധ്യപ്പെടുത്താവുന്ന തരത്തിലുള്ള വാദഗതികളും കണക്കുകളും അവതരിപ്പിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത്. കാരണം ഒരു രേഖയും ഒരു വ്യക്തിയും നിഷ്പക്ഷരല്ല എന്ന് പറയുന്നത് പോലെ ഇതിനും അതിൻ്റേതായ പക്ഷപാതമുണ്ട്, ചരിത്രത്തിൻ്റെ കാര്യം പറയുന്ന പോലെ. അപ്പോൾ അത് എത്ര കൺവിൻസിങ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അത് പക്ഷപാതിയാണോ അല്ല എന്നുള്ളതിന് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇനിയും നമ്മൾ ചർച്ചയിലേക്ക് പോവുകയാണ്. അധ്യക്ഷൻ പറഞ്ഞതുമാതിരി 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളിത് ചെയ്തെങ്കിലും ഇതിൻ്റെ വർക്ക് ശരിക്കും ഞങ്ങൾ 1 വർഷം എടുത്ത് ചെയ്തതാണ്. അതിനുള്ളൊരു കാരണമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊരു 16th ഫൈനാൻസ് കമ്മീഷന് വേണ്ടിയിട്ട് CDSൽ ഒരു പഠനം നടത്തിയിരുന്നു. അതിൻ്റെ ടോപ്പിക് എക്സാക്ട്ലി സെയിം ആണ്. കേരളത്തിൻ്റെ ഫൈനാൻസിനെ പറ്റിയിട്ടുള്ള ഒരു പഠനം, വളരെ കോംപ്രഹെൻസീവായിട്ടുള്ള ഒരു പഠനം. അതായത് 2023-24 വരെ ഡാറ്റ ഉപയോഗിച്ചിട്ട്
ടൈം സീരീസ് ഡാറ്റ ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു പഠനം വളരെ കോംപ്രിഹെൻസീവായിട്ട് ഞങ്ങൾ 6 മാസം സമയമെടുത്തിട്ട് നടത്തിയ ഒരു പഠനമാണ് ഒരു വലിയ ടീം ചെയ്ത. അതിൻ്റെ റിപ്പോർട്ട് ഓൾറെഡി ഫൈനാൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾക്ക് എക്സ്ട്രാ വന്നിരിക്കുന്ന ഡാറ്റ അനാലിസിസും മറ്റൊക്കെ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതിൻ്റെ അകത്തായിരുന്നു. അധികമായിട്ട് വന്ന ചാപ്റ്ററുകൾ പൊതുവേ ഒന്ന് കിഫ്ബിയുടെ ഒരു ചാപ്റ്ററായിരുന്നു, പിന്നെ ഒരു ട്രഷറി ക്യാഷ് ബാലൻസിനെ പറ്റിയുള്ള ഒരു ചാപ്റ്ററായിരുന്നു. മറ്റു ചാപ്റ്ററുകളൊക്കെ നമ്മൾ അതിൻ്റെയൊക്കെ അനാലിസിസും ഡാറ്റ കളക്ഷനും ഒക്കെ നേരത്തെ തന്നെ ചെയ്തായിരുന്നു. അതൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ പറയേണ്ട ആവശ്യമുണ്ട്. പിന്നെ വേറൊന്ന് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഒരു ബേസ് ലൈനാണ്. ബേസ് ലൈൻ എന്ന് പറയുമ്പോൾ ആസ് ഓഫ് നൗ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഈ വർഷമല്ല, ഈ അടുത്ത വർഷങ്ങളിൽ ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് സ്റ്റേറ്റിൻ്റെ ഫൈനാൻസിൻ്റെ സിറ്റുവേഷൻ, എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ഗവൺമെൻറ്റിനും പൊതുസമൂഹത്തിനും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് അടുത്ത 5 വർഷം അല്ലെങ്കിൽ 10 വർഷം എങ്ങനെയാണ്, ഏത് ദിശയിലേക്കാണ് ഗവൺമെൻറ് പോകുന്നത് എന്നുള്ളതിനെ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അതിൻ്റെ ഒരു ആവശ്യം, അതാണ് ഇതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ആവശ്യം. അത് ചെയ്യുമ്പോൾ പാസ്റ്റ് ഡാറ്റകൾ നോക്കേണ്ടി വരും, അതിൽ ചില കമൻസുകളും മറ്റതൊക്കെ വരേണ്ടി വരും. പക്ഷെ അതിൻ്റെ പ്രധാന ഉദ്ദേശം ഇതാണ്. പിന്നെ ഞങ്ങൾ റിപ്പോർട്ടിൽ പറഞ്ഞത് മാതിരി ഇതൊരു ഫോറൻസിക് ഓഡിറ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു വെർഡിക്റ്റ് അല്ല, ആരെങ്കിലും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്താനോ ഒന്നും ചെയ്യാനല്ല. ഇതൊരു സ്റ്റാറ്റസ് ആണ്, ഇന്നത്തെ സ്റ്റാറ്റസ് എന്താണ്, അതുകൊണ്ട് ഫ്യൂച്ചറിൽ എങ്ങനെ പോകണം എന്നുള്ളതാണ്. പിന്നെ ചില റിഫോം റെക്കമെൻഡേഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി പറയാനുള്ള ഒരു ക്ലാരിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോഡ് റോഡ് മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ കമ്മിറ്റിക്ക് റിഫോം റെക്കമെൻഡേഷൻ കൊടുക്കാനുള്ള ഒരു മാൻഡേറ്റ് ഇല്ല. കാരണം ബ്രോഡ്ലി എങ്ങോട്ട് പോകണം, ഏതൊക്കെ ഡയറക്ഷനിൽ പോകണം, ചില കേസുകളിൽ ചില സജസ്റ്റീവ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എക്സാക്ട് സീക്വൻസിങ് ഓഫ് റിഫോം, എങ്ങനെ റിഫോം കൊണ്ടുവരണം, ഏത് തരത്തിലുള്ള റിഫോം കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളത് കേരള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്കൽ എക്കോണമിയുടെ ഒരു പാർട്ടായിട്ടുള്ളതാണ്. ഈ കമ്മിറ്റിക്ക് അതിൽ പ്രത്യേകിച്ചിട്ടുള്ള റോളില്ല. പക്ഷേ ബ്രോഡായിട്ടുള്ള ചില സജഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സജസ്റ്റീവായിട്ടുള്ള എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റിപ്പോർട്ടിൻ്റെ മെയിൻ ടേക്ക് അവേ എന്തെന്ന് പറഞ്ഞാൽ, മെയിൻ മെസ്സേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരള കുറേ കാലമായിട്ട് ഫേസ് ചെയ്യുന്ന പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫിസ്ക്കൽ പ്രഷറിനെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ അടുത്ത കാലത്ത് തുടങ്ങിയതൊന്നുമല്ല, ഇത് എത്രയോ വർഷം ആയിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻസിൽ നേരിടുന്ന ചില അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനെ ലെഗസി പ്രോബ്ലംസ് എന്ന് പറയാം, ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ചലഞ്ചസ്, അതിനെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അപ്പോൾ നമ്മൾക്കൊക്കെ അറിയാം, കേരളത്തിൻ്റെ വികസന മാതൃക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള വികസന മാതൃകയാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിലും മാനുഷിക വികസന സൂചികകളിലും സോഷ്യൽ ഡെവലപ്മെൻറ്റിലും ഒക്കെ ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റിൽ ആ ഒരു സ്ഥാനം കേരളത്തിന് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം നമ്മൾക്ക് ഈ ഡാറ്റകളൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ആ ഒരു ഭയത്തിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഷ്രിങ്കിങ് ഫിസ്ക്കൽ സ്പേസ് നമ്മൾക്ക് ശരിക്കും കാണാം. പല ഇൻഡിക്കേറ്റർ നോക്കിയാലും ഗവൺമെൻറ്റിനുള്ള ഒരു ഫ്രീഡം ടു സ്പെൻഡ് മണി ഓൺ ടാർജറ്റഡ് അല്ലെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് വെൽഫെയർ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഫിസ്ക്കൽ സ്പേസ് കേരളത്തിന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഓവർ ടൈം, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ വെരി റീസെൻറ്റ് തിങ്, ഇറ്റ് ഹാസ് ബീൻ ദെയർ, അത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കേരളത്തിന് നല്ലതല്ല. കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മാതൃകയെ അതേപോലെ തന്നെ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ ഗവൺമെൻറ്റിന് ഫിസ്ക്കൽ സ്പേസ് വേണം ഈ വെൽഫെയർ സ്പെൻഡിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അതിനുള്ള എന്തൊക്കെ തടസ്സങ്ങളാണ് നമ്മുടെ ഇക്കോണമിയിലുള്ളത്, ഫൈനാൻസ് സ്ട്രക്ചറിലുള്ളത് എന്നുള്ളതാണ് ഇവിടെ പ്രധാന ഇഷ്യൂ. അതുകൊണ്ടാണ് റിപ്പോർട്ടിൻ്റെ പല ചാപ്റ്ററുകളിലും ഇതുപോലുള്ള സ്ട്രക്ചറൽ ഇഷ്യൂസിനെ നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്.
അപ്പോൾ പലതരത്തിലുള്ള സ്ട്രക്ചറൽ ഇഷ്യൂസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഹൈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ്. അതാണ് ഒരു പ്രധാന, ഈ ന്യൂസ് പേപ്പറിലൊക്കെ വളരെ എംഫസൈസ് ചെയ്ത ഒരു പാർട്ട് അതാണ്. 77% ഹൈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ. പിന്നെ വേറൊരു സ്ട്രക്ചറൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആൻഡ് ഇൻക്രീസിങ് ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഇൻ ടോട്ടൽ റവന്യൂ റെസീറ്റ്. ടോട്ടൽ റവന്യൂ റെസീറ്റിൻ്റെ 21%ഓളം ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആയിട്ട് വരുന്നു. അത് ഓവർ ടൈം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത 2-3 വർഷത്തിൽ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു 10 വർഷം മുമ്പേ നോക്കുകയാണെങ്കിൽ അത് കൂടിയിട്ടുണ്ട്. പിന്നെ ലോ ലെവൽ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അക്കാര്യത്തിൽ ഡാറ്റകളുടെ കാര്യത്തിൽ ചില ഡിസഗ്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകാം. പക്ഷേ എങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നോക്കിയാലും ഓൾ സ്റ്റേറ്റ് ആവറേജ് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറവാണെന്നുള്ളതാണ് വേറൊന്ന്. പിന്നെ ബോറോയിങ് ഒരിക്കലും തെറ്റാണെന്ന് ഞങ്ങൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ മീഡിയ ഉണ്ടാക്കിയ ഓരോ സ്റ്റോറികളാണ്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ബോറോയിങ് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അതിൽ CAG റിപ്പോർട്ടുണ്ട് 5.2, അതായത് 100 രൂപ ബോറോ വാങ്ങുമ്പോൾ അതിൻ്റെ 5.2 റുപ്പി മാത്രമേ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുന്നുള്ളൂ. ബാക്കിയൊക്കെ റവന്യൂ ഡെഫിസിറ്റും കറൻറ്റ് കൺസംഷനും പിന്നെ പാസ്റ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും ഒക്കെ കൊടുക്കാനാണ് പോകുന്നത്. അതാണ് ഇഷ്യൂ. അല്ലാതെ 5.77 ലാക്ക് ബോറോയിങ് ഉണ്ട്, അത് വലിയൊരു സംഭവമാണ് എന്നുള്ളതല്ല ഇത് ഇഷ്യൂ. അത് മീഡിയ ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആണ്. ഇതിൻ്റെ മെയിൻ ഇഷ്യൂ ഈ ബോറോയിങ്ങിൻ്റെ സസ്റ്റൈനബിലിറ്റി ഇഷ്യൂ ആണ്. മറ്റൊന്നത് അതിൻ്റെ യൂസാണ്. പിന്നെ ഞങ്ങൾ ലോസ് മേക്കിംഗ് പബ്ലിക് സെക്ടർ യൂണിറ്റുകളെ ഒരു ലോങ് സ്റ്റാൻഡിങ് സ്ട്രക്ചറൽ ഇഷ്യൂ ആണ്. നത്തിങ് റീസെൻറ്റ്, ഇറ്റ് ഈസ് ദെയർ മെനി ഇയേഴ്സ്. അപ്പോൾ ഈ ഇഷ്യൂസൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ തന്നെ പുതിയ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് സ്റ്റേറ്റുകൾക്ക് കിട്ടുന്ന, പ്രത്യേകിച്ച് കേരളത്തിന് കിട്ടുന്ന ആ ട്രാൻസ്ഫറിൻ്റെ കുറവിൽ മാത്രമല്ല, പിന്നെ അതുമൂലം ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ, അതായത് കൂടുതൽ സെസ്സും സർചാർജസും വരുന്നു. അതേപോലെ തന്നെ പിന്നെ അൺടൈഡ് ഗ്രാൻറ്റിൻ്റെ ഷെയർ കുറയുന്നു, ടൈഡ് ഗ്രാൻറ്റിൻ്റെ ഷെയർ കൂടുന്നു. CSS നമുക്ക് പലതും പിന്നെ അനുയോജ്യമല്ലാത്ത CSS വരുന്നു. ഇതിനൊക്കെ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ റിപ്പോർട്ടിൻ്റെ പ്രിഫേസിൽ അത് പറഞ്ഞിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് സമ്മറിയിൽ അത് പറഞ്ഞിട്ടുണ്ട്, ചാപ്റ്റർ 1 അത് പറഞ്ഞിട്ടുണ്ട്, ചാപ്റ്റർ 2 അത് പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് അപ്പൻഡിക്സിലും അത് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. അത് ഈ ലോങ് സ്റ്റാൻഡിങ് സ്ട്രക്ചറൽ പ്രോബ്ലത്തിനെ കൂടുതൽ അഗ്രവേറ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഡെവലപ്മെൻ്റാണ് അത്. അപ്പോൾ ഇതിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു മെയിൻ ക്വസ്റ്റ്യൻ നമ്മുടെയൊക്കെ മുന്നിലുള്ള. ഈ കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുമെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന കേരളത്തിന് എങ്ങനെ മുന്നോട്ട് പോകാം, കേരളത്തിൻ്റെ വികസന മാതൃകയുമായിട്ട് അതേപോലെ എങ്ങനെ മുന്നോട്ട് പോകാം, കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാം, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അതിൽ ഞങ്ങൾ ചോദിക്കുന്ന ഒരു വെരി ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ എന്നുള്ളത്, ഞാനിവിടെ ചോദിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ എന്നുള്ളത്, പിന്നെ ഗവൺമെൻറ് സ്പെൻഡിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണ്? ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ടേംസ്, അതായത് ലേമാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സിമ്പിൾ ടേമിൽ പറയുകയാണെങ്കിൽ സോഷ്യൽ വെൽഫെയർ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വെരി ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ, അടിസ്ഥാനമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്തെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്പെൻഡിങ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കൂട്ടുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് സോഷ്യൽ വെൽഫെയറിലേക്ക് മാറുമോ എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യന് പിന്നെ അതായത് നമ്മളിവിടെ ചോദിക്കുന്ന എഫക്റ്റീവ്നെസ് ഓഫ് ഗവൺമെൻറ് സ്പെൻഡിങ്, അത് ഔട്ട്കമ്മിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഈസ് നോട്ട് ഈസി, ഡിഫിക്കൽട്ടായിട്ടുള്ള ആൻസറാണ്. അതിലാണ് പല ആൾക്കാരും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും ഉണ്ടാവുക. ഇതിൻ്റെ ആൻസറിനെ പറ്റിയിട്ട് ഇപ്പോൾ കമ്മിറ്റിക്ക് ഒരു പർട്ടിക്കുലർ തരത്തിലുള്ള ആൻസർ ഉണ്ടാവാം, മറ്റുള്ള ആൾക്കാർക്ക് വേറെ തരത്തിലുള്ള ആൻസർ ഉണ്ടാവാം, അവിടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകാം. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിനെ വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. കാരണം ഇതിൽ വെറുതെ ഒരു ഐഡിയോളജിക്കൽ ഇതിൽ കടന്നുകൊണ്ട് ഇതിനെ ഫൈറ്റ് ചെയ്യുന്നതിനേക്കാളും ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇതിന് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നമുക്ക് വേണം, ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് നമുക്ക് വേണം. എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് ഏറ്റവും
അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് അമർത്യ സെൻ്റെ ക്യാപ്പബിലിറ്റീസ് ആൻഡ് ഫങ്ഷനിങ് അപ്രോച്ചാണ്. ക്യാപ്പബിലിറ്റീസ് ആൻഡ് ഫങ്ഷനിങ് അപ്രോച്ച് ബേസിക്കലി സോഷ്യൽ വെൽഫെയർ എങ്ങനെ കൂട്ടാം, എങ്ങനെയാണ്, വാട്ട് യു മീൻ ബൈ ഡെവലപ്മെൻറ്റ്, വാട്ട് യു മീൻ ബൈ വെൽഫെയർ എന്നുള്ള ഫണ്ടമെൻ്റൽ ക്വസ്റ്റിനെ ആൻസർ ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ്. ആ ഒരു ഫ്രെയിംവർക്കിൽ നോക്കുകയാണെങ്കിൽ, അതിലൂടെ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് സോഷ്യൽ വെൽഫെയർ കൂട്ടണമെന്നില്ല. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിലൂടെ ക്യാപ്പബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ അത് സോഷ്യൽ വെൽഫെയർ കൂട്ടുള്ളൂ. അതുമാത്രം പോരാ, ക്യാപ്പബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്താൽ മാത്രം പോരാ, അത് ഫങ്ഷനിങ് എന്ന ഒരു പ്രതിഭാസത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം, ഒരു കൺവേർഷൻ നടക്കണം. ക്യാപ്പബിലിറ്റീസ് ഷുഡ് ലീഡ് ടു ഫങ്ഷനിങ്. സോ ഫസ്റ്റ് യു നീഡ് എക്സ്പെൻഡിച്ചർ വിച്ച് ഷുഡ് ലീഡ് ടു ക്യാപ്പബിലിറ്റി വിച്ച് ഷുഡ് ലീഡ് ടു ഫങ്ഷനിങ്. അതാണ് അത് സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ, അതായത് ആൾക്കാർക്ക് നമ്മൾ കൂടുതൽ പണം ചെലവഴിക്കുമ്പോൾ, എഡ്യൂക്കേഷനിലും ഹെൽത്തിലും ഒക്കെ കൂടുതൽ പണം ചെലവഴിക്കുമ്പോൾ ആക്ച്വൽ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആക്ച്വൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഫോർ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇതൊക്കെ നടക്കുന്നുണ്ടോ? അതാണ് ക്യാപ്പബിലിറ്റീസ്. എന്നിട്ട് അത് എംപ്ലോയ്മെൻറ്റിലേക്ക് പോകുന്നുണ്ടോ, അതായത് ബെറ്റർ ലൈഫിലേക്ക് പോകുന്നുണ്ടോ, അതാണ് ഫങ്ഷനിങ്. അപ്പോൾ അമർത്യ സെൻ തന്നെ പറയുന്നത്, പിന്നെ അയാളുടെ വെരി സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ബൈസൈക്കിളാണ്. നമ്മളിപ്പോൾ ഒരു ബൈസൈക്കിൾ നമ്മൾ സ്വന്തമായി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൈസൈക്കിൾ അതൊരു റിസോഴ്സാണ്. ബൈസൈക്കിൾ എന്നുള്ളത് ഒരു റിസോഴ്സാണ്. ആ റിസോഴ്സ് ശരിക്കും മൊബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ക്യാപ്പബിലിറ്റിയാണ്. അതിലേക്ക് വരുമോ എന്നുള്ളത് അല്ലയോ എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്. അതായത് കൺവേർഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. കൺവേർഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾക്ക് ബൈസൈക്കിൾ റൈഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടോ, നല്ല റോഡുണ്ടോ, അതല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ നോംസ് ബൈസൈക്കിൾ റൈഡ് ചെയ്യാൻ നമ്മളെ അലോ ചെയ്യുന്നുണ്ടോ. ഗേൾസ് ചിലപ്പോൾ ബൈസൈക്കിൾ റൈഡ് ചെയ്യുന്നത് റൂറൽ ഏരിയയിൽ സോഷ്യൽ നോമിന് എതിരായിരിക്കാം. അപ്പോൾ നമ്മുടെ ക്യാപ്പബിലിറ്റീസിനെ ഫങ്ഷനിലേക്ക് വരണമെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്. അതിലൊന്ന് പേഴ്സണൽ ട്രേറ്റ്സ് ആണ്, നമ്മളുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ സ്കിൽ, നമ്മുടെ ഹെൽത്ത്. പിന്നെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ, ജിയോഗ്രഫി. അതേപോലെ തന്നെ സോഷ്യൽ ഫാക്ടേഴ്സ് ലൈക്ക് സോഷ്യൽ നോംസ്, ലേബർ മാർക്കറ്റ് കണ്ടീഷൻസ്, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. അതേപോലെ തന്നെ capabilities alone is not enough. As I already said, there is a conversion factor which is important. ഈ ഒരു ഫ്രെയിംവർക്കിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സ്പെൻഡിങ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്, അതാണല്ലോ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ. അത് ഒരു റിസോഴ്സാണ്. ആ റിസോഴ്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് ക്യാപ്പബിലിറ്റീസിലേക്ക് പോകും, പിന്നെ ഫങ്ഷനിങ്ങിലേക്കും പോകും എന്നുള്ളതാണ്. അത് കേരളത്തിൽ നടക്കുന്നുണ്ടോ? അതാണ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നൗ റിസോഴ്സസ് ആർ ഇമ്പോർട്ടൻറ്റ്, എക്സ്പെൻഡിച്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ്, but it does not mean that just having resources it will automatically translate into capabilities. For example, government expenditure ഇൻകർ ചെയ്യാണ് സ്കൂൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, സാലറി കൊടുക്കുന്നു ടീച്ചേഴ്സിന്, പക്ഷേ കുട്ടികൾ പഠിക്കാനില്ല. അതുപോലെ കോളേജുകളിൽ പല കോഴ്സുകൾ റൺ ചെയ്യുന്നു, ടീച്ചേഴ്സ് വരുന്നു, ക്ലാസ്സുകൾ എടുക്കുന്നു, പക്ഷേ there are no takers for the course. അവിടെ എക്സ്പെൻഡിച്ചർ നടക്കുന്നു, പക്ഷേ there is no capability building. അതൊരു ഇഷ്യൂ ആണ് ഇന്ന് കേരളത്തിൽ ഏത് ഡാറ്റ നോക്കുകയാണെങ്കിലും പിന്നെ പല സ്കൂളുകളിലും കുട്ടികളില്ലാത്ത അവസ്ഥയാണ്, പല കോഴ്സുകൾക്കും കുട്ടികളില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇതിനു വേണ്ടി ചെയ്യുന്നു, പക്ഷേ അത് ക്യാപ്പബിലിറ്റിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല. ഇത് പണ്ട് അങ്ങനെയുള്ള സ്ഥിതി ആയിരുന്നില്ല കേരളത്തിൽ. നേരത്തെയുള്ള അവസ്ഥയിൽ അത് ക്യാപ്പബിലിറ്റിയിലേക്ക് മാറുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ വി ഹാവ് ടു ലുക്ക് അറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ. അതാണ് ഒരു എക്സാമ്പിൾ കോൺക്രീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ. അതുപോലെ അസർ റിപ്പോർട്ട്, ഇപ്പോൾ പിന്നെ ഒരു 2024 ലേറ്റസ്റ്റ് അസർ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അതിലെ ഡാറ്റ വളരെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡാറ്റയാണ് കേരളത്തിനെ പറ്റിയിട്ട്. കേരളത്തിലാണ് ന്യൂമറിക്കൽ എബിലിറ്റിയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും താഴെ സ്കോറുള്ളത് കുട്ടികളുടെ. ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ കേരളത്തിന് താഴെ കിടക്കുന്നത്, മേഘാലയ. ന്യൂമറിക്കൽ എബിലിറ്റി, അതായത് സിമ്പിൾ സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, ഇതിൽ നോക്കുകയാണെങ്കിൽ ലേണിംഗ് ഔട്ട്കംസ് ഇൻ കേരളാസ് ഗവൺമെൻറ് സ്കൂൾ ഇൻ ടേംസ് ഓഫ് ന്യൂമറിക്കൽ എബിലിറ്റി ഈസ് വൺ ഓഫ് ദ ലോവസ്റ്റ്. നോട്ട് ഓൺലി ലോവസ്റ്റ്, ഇറ്റ് ഈസ് ഡിക്ലൈനിങ്. ഇവിടെയാണ് ഈ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് നമ്മൾ ഈ അസംഷൻ,
committed expenditure automatically leads to what capability need to be questioned. അതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡാറ്റ നോക്കാം. അസർ ലേറ്റസ്റ്റ് റിപ്പോർട്ടുണ്ട്. ലേണിംഗ് ഔട്ട്കംസിൻ്റെ കാര്യത്തിൽ കേരള സം ഇൻഡിക്കേറ്റേഴ്സ് കേരള ഈസ് എഹെഡ്. ലൈക്ക് റീഡിംഗ് എബിലിറ്റി നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇറ്റ് ഇസ് ബെറ്റർ. ബട്ട് ന്യൂമറിക്കൽ എബിലിറ്റി വി ആർ വെരി ലോ. പക്ഷേ നമ്മളത് നോക്കണം, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇനി വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അതോടൊപ്പം തന്നെ കേരളത്തിൽ നമ്മൾ ഒരുപാട് ഇത്ര പൈസ എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ എൻറോൾമെൻറ്റ് കൂടുതലും നടക്കുന്നത് പ്രൈവറ്റ് സെക്ടറിലാണ്. പ്രൈവറ്റ് സ്കൂളുകളിലാണ് എൻറോൾമെൻറ്റിൻ്റെ ഷെയർ കൂടുന്നത് ഓവർ ടൈം. അതെന്തുകൊണ്ടാണ്? അതൊരു ക്വാളിറ്റി ഇഷ്യൂ അല്ലേ? അതും വി ഹാവ് ടു തിങ്ക് ഇൻ ക്യാപ്പബിലിറ്റി ഫ്രെയിം വർക്ക്. ആൻഡ് അതേപോലെ തന്നെ പിന്നെ അങ്ങനെ ഒരുപാട് അതേപോലെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ യെസ്, certain health indicators Kerala is far very ahead. പക്ഷേ നമ്മൾ ഒരുപാട് സ്പെൻഡിങ് ചെയ്യുമ്പോൾ തന്നെ ഗവൺമെൻറ് സെക്ടറിൽ, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിന് സ്പെൻഡിങ് ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, അതായത് പ്രൈവറ്റ് സെക്ടറിൽ പോകുന്ന എക്സ്പെൻഡിച്ചർ കേരളത്തിലാണ്. അപ്പോൾ ദീസ് ആർ ഓൾ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. ഐ എം നോട്ട് സേയിങ് ദാറ്റ് വി ഷുഡ് പ്രൈവറ്റൈസ്, അതല്ല പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൻ്റെ പിന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. അതിൽ നമ്മൾ ഒരു റാഷണലൈസേഷൻ, എക്സ്പെൻഡിച്ചർ റാഷണലൈസേഷൻ ചെയ്യണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് അബൌട്ട് ദ സൈസ് ഓഫ് ദ എക്സ്പെൻഡിച്ചർ. ദ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദാറ്റ് എക്സ്പെൻഡിച്ചർ. ആ എക്സ്പെൻഡിച്ചർ ഈസ് ഇറ്റ് ലീഡിങ് ടു outcomes which we wanted. So that is the main question. അതേപോലെ തന്നെ ഇതിനെ സജസ്റ്റ് ചെയ്യുന്ന കുറേ മറ്റ് ഫൈൻഡിങ്സ് ഉണ്ട്. കാർത്തിക് മുരളീധരൻ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ പറയുന്നത് ഇന്ത്യൻ സർവീസ് ഡെലിവറി ഗ്യാപ്പ് വരുന്നത് സ്പെൻഡിങ്ങിലുള്ള പ്രശ്നം കൊണ്ടല്ല, അതൊരു ഗവേണൻസ് ഇഷ്യൂ ആണ്. അതാണ്, അല്ലാതെ സ്പെൻഡിങ് കുറയുന്നത് കൊണ്ടല്ല. അതിനുള്ള പ്രശ്നങ്ങൾ മറ്റ് പ്രശ്നങ്ങളാണ്. ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്ലേറ്റിംഗ് ഇൻ ടു ഔട്ട്കംസ്. അതുപോലെ അഭിജിത്ത് ബാനർജിയുടെ സ്റ്റഡീസിൽ കാണിക്കുന്നത് ഒരുപാട് പൈസ ചെലവഴിച്ചത് കൊണ്ട് നമുക്ക് ഔട്ട്കം ഉണ്ടാകണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി അതർ തിങ്സ്. അതേപോലെ സൈസ് ഓഫ് ദ ഡെഫിസിറ്റ് ഓർ ഡെറ്റ് ഈസ് നോട്ട് ദ ഇഷ്യൂ. അതായത് ഡെറ്റ് ഇത്ര കൂടി അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഇത്ര കൂടി എന്നുള്ളതല്ല ഇഷ്യൂ. ഈ ഡെറ്റും ഡെഫിസിറ്റും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് മെയിൻ ഇഷ്യൂ. അതേപോലെ ഐ വിൽ ജസ്റ്റ് ടേക്ക് 1 minute. പിന്നെ അതേപോലെ മറ്റുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ റവന്യൂ ബൊയൻസിയാണ്. കേരളത്തിൻ്റെ റവന്യൂ ബൊയൻസിയാണ്. അപ്പോൾ ഇതെല്ലാം സ്ട്രക്ചറൽ ഫാക്ടേഴ്സാണ്. അതും ഒരു സ്ട്രക്ചറൽ ഫാക്ടേഴ്സാണ്. അതും ഒരു പെർട്ടിക്കുലർ ഗവൺമെൻറ്റിൻ്റെ പ്രോബ്ലം അല്ല. നമ്മുടെ അഭിപ്രായത്തിൽ അത് കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക ഘടനയുടെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ റവന്യൂ ബൊയാൻസി ലെസ് ദാൻ 1 ആണ് കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. GSDP 8% കൂടുകയാകുമ്പോൾ റവന്യൂ 8% കൂടുന്നില്ല, അതിൽ കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആണ് അല്ലെങ്കിൽ ഹൈ ആണ്. അതൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, റവന്യൂ കളക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴെങ്ങനെയാണ് ഇത് സസ്റ്റൈനബിൾ ആവുക? അതൊരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ GSTയുടെ ഇതിൽ വളരെ വ്യക്തമാണത്. നമ്മൾ GSTയിലേക്ക് മാറുന്ന സമയത്തുണ്ടായിരുന്ന നമ്മുടെയൊക്കെ ഒരു വിശ്വാസം, അന്നുണ്ടായിരുന്ന തിയറി കൺസ്യൂമിങ് സ്റ്റേറ്റ് വിൽ ബെനിഫിറ്റ് ഫ്രം GST എന്നുള്ളതായിരുന്നു. പക്ഷേ ദാറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ മിസ്റ്റേക്ക്. ആ ഒരു തിയറി തന്നെ റോങ് ആണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റിൽ കൺസംഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം സത്യമാണ്, അതൊരു അക്കൗണ്ടൻറ്റിൻ്റെ മൈൻഡിലൂടെയാണ് അത് ആ ഒരു അപ്രോച്ചിൽ നമ്മൾ ചെയ്തിരിക്കുക. ഒരു അക്കൗണ്ടൻറ്റ് അതിലെ എക്കണോമിക് ഡയമെൻഷൻ കംപ്ലീറ്റ്ലി ഫോർഗറ്റ് ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു സാധനം നമ്മളിവിടെ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ GST നമുക്ക് കിട്ടും, ശരിയാണ്. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഓരോ കൺസംഷനും ഒരു മൾട്ടിപ്ലയർ ഉണ്ട്. കൺസംഷൻ ലീഡ്സ് ടു മൾട്ടിപ്ലയർ, ദ കെയ്നീഷ്യൻ മൾട്ടിപ്ലയർ. അപ്പോൾ 100 രൂപയുടെ കൺസംഷൻ ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ അത് 300 അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യണം. അതെവിടെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? അത് ജനറേറ്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസർ സ്റ്റേറ്റിലാണ്. യെസ്, അവിടെയാണ് കഴിഞ്ഞു.
അപ്പോൾ അവിടെ വരുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിന് പിന്നെ ഈ കൺസ്യൂമിങ് സ്റ്റേറ്റിനാണ് GST കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൺസെപ്ച്വലി ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഐ ആം നോട്ട് സെയിങ് ദാറ്റ് പ്രൊഡ്യൂസർ സ്റ്റേറ്റിന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നു എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണ്, കാരണം അവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ദേ വിൽ ഗെറ്റ് മോർ ബെനിഫിറ്റ്. പക്ഷേ ആ ഒരു അസംഷൻ, അതായത് GSTയിലേക്ക് പോകുമ്പോൾ കൺസ്യൂമർ സ്റ്റേറ്റ് വിൽ ബെനിഫിറ്റ് മോർ ദാൻ ദ പ്രൊഡ്യൂസർ സ്റ്റേറ്റ്, there is a problem with that. So that means basically the idea is that നമ്മുടെ പ്രൊഡക്ഷൻ സെക്ടർ എക്സ്പാൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ മൾട്ടിപ്ലെയറും ലിങ്കേജസും നമ്മുടെ തന്നെ എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അതിലൂടെ മാത്രമേ റവന്യൂ ജനറേഷൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരു ലോങ് സ്റ്റാൻഡിങ് സ്ട്രക്ചറൽ ഇഷ്യൂ വിച്ച് വി നീഡ് ടു അഡ്രസ്. വളപത്രം നല്ല പേരല്ലെങ്കിലും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചുള്ള ഒരു ചിത്രം അവതരിപ്പിക്കുന്ന ഒരു രേഖ വന്നത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെ അദ്ദേഹം അഭിപ്രായം തന്നെയാണ് ഞാൻ പറയുന്നത്. ആ ധവളപത്രം വന്നപ്പോൾ ഈ ആകാശത്ത് നിന്നിരുന്ന കുറച്ച് അസത്യ പ്രചരണത്തിനൊരു അവസാനം വന്നു. കുറച്ച് വസ്തുതകളുള്ള കൃത്യമായി വന്നു എന്നുള്ളൊരു പോസിറ്റീവായ കാര്യമുണ്ട്. ഒരു ചർച്ചയിൽ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അതിൽ മറ്റ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ പറഞ്ഞു, ഈ ധവളപത്രം വാസ്തവത്തിൽ ബാലഗോപാൽ പറഞ്ഞ കാര്യങ്ങൾക്ക് A+ കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് A+ മാർക്ക് കൊടുത്തു അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്. കാരണം ഇവിടെ പറഞ്ഞതുപോലെ പത്രങ്ങൾ ചില കാര്യങ്ങളെ സംബന്ധിച്ച് കൊടുത്ത വാർത്തകൾ ഒഴിച്ചാൽ അതിനകത്തെ ഡേറ്റ വായിച്ചു നോക്കിയാൽ ഫിസ്ക്കൽ കൺസോളിഡേഷൻ്റെ കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് കോവിഡിന് ശേഷം ഇങ്ങോട്ട് വന്ന സമയത്ത് നിന്ന് കാണാൻ പറ്റും. ഈ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് നമ്മൾ സാധാരണ നോക്കുമ്പോൾ നമ്മുടെ സമ്പദ് രംഗം എങ്ങനെ മുന്നോട്ട് പോകുന്നു, സാമ്പത്തികമായി നികുതി വരുമാനം, റവന്യൂ വരുമാനം, ചെലവ്, വല്ലാതെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കടവും പലിശഭാരവും വരുന്നുണ്ടോ, വെൽഫെയർ നന്നായി നടക്കുന്നുണ്ടോ, പണം ഇഷ്ടം പോലെ ഉണ്ട്. പെർ ക്യാപിറ്റ ഇൻകം കേരളത്തെക്കാളും കൂടുതലാണ് കർണാടകത്തിന്, തമിഴ്നാടിന്. പക്ഷേ ആവറേജ് ആളുകളുടെ, റിയൽ ആളുകളുടെ വരുമാനം അതുപോലെയല്ല. കാരണം നിങ്ങൾക്കറിയാം ഇവിടെ എക്കണോമിക്സുമായി ബന്ധമുള്ളവരാണ് കൂടുതൽ ഇരിക്കുന്നവർ. അപ്പോൾ വലിയ തോതിൽ സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, അതിൻ്റെ ഒരു വിതരണം വളരെ പ്രധാനപ്പെട്ടതാണ്, ലൈഫ് കണ്ടീഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഒരു സ്റ്റേറ്റിൽ നോക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിനകത്ത് നോക്കുമ്പം പല ഘടകങ്ങൾ നോക്കുമ്പോഴും കേരളത്തിൻ്റെ സ്ഥിതി മെച്ചപ്പെട്ട് വന്നിട്ടുണ്ടെന്ന് കാണാം. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, ഏറ്റവും പ്രധാന കോർ ഇഷ്യൂ കഴിഞ്ഞ ഒരു 10, 20, 30 കൊല്ലമായിട്ട് സ്റ്റേറ്റുകൾ നേരിടുന്ന, സ്റ്റേറ്റുകളുടെ ഫൈനാൻസസ് നേരിടുന്ന പ്രശ്നം തന്നെയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും കൂടുതൽ ഫിസ്ക്കൽ പവേഴ്സ് സെൻട്രലൈസ് ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ പ്രശ്നമാണ് നേരിടുന്നതെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഇപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, GST ഉൾപ്പെടെ. GSTയുടെ വേറെ ആംഗിളാണ് പറഞ്ഞു. എന്തായാലും നമുക്ക് നമ്മുടെ എക്കണോമിയുടെ ജനറൽ പാരാമീറ്റേഴ്സ് നോക്കിയാൽ ഞങ്ങൾ 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് അധികാരത്തിലിരുന്നൊരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിന് ശേഷമുള്ള ഒരു സ്റ്റാറ്റസ് എടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് പൊളിറ്റിക്കലായി ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അത് വരുമെന്ന് പറഞ്ഞു. എന്നാൽ ഇവരെല്ലാം പൊളിറ്റിക്കലായിട്ട് കാര്യങ്ങൾ കാണുന്നവരാണെന്ന് ഞാൻ പറയുന്നുമില്ല. ആ കമ്മിറ്റിക്കകത്ത് വന്ന ആളുകൾ അവർ അക്കാഡമിക്കായി കാര്യങ്ങൾ നോക്കും. പൊളിറ്റിക്കൽ ഇഷ്യൂ എന്താ? ഈ 10 വർഷം കൊണ്ട് കേരളം ആകെ മോശമായോ? വാസ്തവത്തിൽ ഏറ്റവും ദുരിതമുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയത് ഈ കോവിഡ്. ഇവിടെ പറയുണ്ടായി, മോഡറേറ്റർ എന്ന് പറഞ്ഞു, കോവിഡ്, നിരവധി പ്രളയം, പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായി. എക്കണോമി ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഉണ്ടായ രാജ്യത്താകെ ഉണ്ടായ സമയമാണ് നോട്ട് നിരോധനം. അതിൻ്റെ ആദ്യഘട്ടത്തിൽ നല്ലപോലെ വളർച്ച ഇങ്ങോട്ട് വന്നു. പിന്നെ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ വല്ലാത്തൊരു തളർച്ച വന്നു കോവിഡ് സമയത്ത്. കോവിഡ് സമയത്ത് 5%-ലധികം നമുക്ക് ബോറോയിങ്, GSTPയുടെ 5%-ലധികം ബോറോയിങ് എടുക്കാൻ വരെ അവസരം തന്നിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും. കാരണം അങ്ങനെ നേരിടാൻ അത് വേണ്ടി വരുമായിരുന്നു. വലിയ തോതിൽ പല തരത്തിലുള്ള സഹായം ആ സമയത്ത് വന്നു. പക്ഷെ അതോടുകൂടി ഒരു സാമ്പത്തിക തടസ്സം വന്നു. നമ്മുടെ എക്കണോമി നോക്കിയാൽ ഗ്രോത്ത് അവിടെ ഒന്ന് സ്റ്റാഗ്നേറ്റ് ചെയ്തു, അല്പം നെഗറ്റീവും വന്നു. അവിടെ നിന്ന് ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന 2ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് ആ സമയത്ത് വന്ന ചില കാര്യങ്ങൾ കൂടി നോക്കണം. ഒന്നാമത്തെ കാര്യം ഇവിടെ പറഞ്ഞ GST നടപ്പിലാക്കി. GST ഞങ്ങളെതിരായിരുന്നു. ഞാൻ GSTയുടെ രാജ്യസഭയിലെ സെലക്ട് കമ്മിറ്റിയിൽ, സംയുക്ത സെലക്ട് കമ്മിറ്റിയിൽ എന്നെ ഡിസെൻ്റ് എന്ന് കൊടുത്താണ്. ഞാൻ കൊടുത്തു എന്ന് പറയുമ്പം CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ, ഞാനും D രാജൻ രണ്ടുപേരും ഒരുമിച്ച് ഒറ്റ നോട്ടായിരുന്നു. CPI ഞങ്ങൾ ആ ഡിസെൻ്റ് കൊടുത്താണ്. ഇതിൻ്റെ അപകടം, അതിൻ്റെ വിശദീകരണം ഞാൻ പറയുന്നില്ല. പവേഴ്സ് 58% ഓഫ് ദി സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് വിൽ ഗോ വിത്ത് ദ GST ആൻഡ് ഓൺലി 28% ഓഫ് ദ സെൻട്രൽ ഈസ് ഗോയിങ്. GST പാർട്ട് മാത്രം അത്രേ പോകുന്നുള്ളൂ. അപ്പോൾ പക്ഷേ വീതം വെക്കുന്ന 50-50 ആണെന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്കറിയാം. ഏതായാലും GST വന്നതിന് നഷ്ടമുണ്ട്. 2017 മുതൽ ഒരു പുതിയ നിയമം കൂടെ കൊണ്ടുവന്നു. അന്ന് വരെ ട്രഷറി കിടക്കുന്ന പണം, നമ്മുടെ ഡെപ്പോസിറ്റ് പണമൊക്കെ കിടക്കുന്നത് പബ്ലിക് ഫൈനാൻസിൽ വരുമായിരുന്നില്ല.
ട്രഷറിയിൽ ഇടുന്ന പണവും കൂടി പബ്ലിക് ഫൈനാൻസ് വന്നു. അപ്പോൾ അത് വന്നു, GSTയുടെ പ്രശ്നം വന്നു, നമ്മുടെ വരുമാനം കുറഞ്ഞു. ഇങ്ങനെ ഓരോ മേഖലയിലും വന്നു. അതുകൂടാതെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന പേരിൽ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത പണം കൂടി വെട്ടിക്കുറച്ചു. വർഷം 4730 കോടി രൂപയാണ് ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഒരു വർഷം അതെടുത്തത് മാത്രം എൻ്റെ ബഡ്ജറ്റ് കണക്കുകളിൽ നിന്ന് കുറഞ്ഞത്. ഇതുകൂടാതെ കിഫ്ബി എടുക്കുന്ന പണം വേറെയും പോയി. ഈ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ പ്രതിസന്ധി എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ കൂനിന്മേ കുരു എന്ന നിലയിൽ ഏറ്റവും വലിയ പ്രശ്നം വന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡ്, 15ാം ധനകാര്യ കമ്മീഷൻ്റെ അവാർഡ് വന്നപ്പോൾ ഏറ്റവും ലോവസ്റ്റ് വന്നത് കേരളത്തിലാണ്. നമുക്ക് 1.92 തന്നുള്ളൂ. അതുവരെ തൊട്ടുമുമ്പ് 2.5 ആയിരുന്നു. ഒരു ഘട്ടത്തിൽ 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് 3.82 നമുക്ക് തന്നിരുന്നത് നേരെ വന്ന് 1.92, നേരെ 50%. ഇതെല്ലാം കൂടി വന്നപ്പോൾ നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് വല്ലാതെ പ്രശ്നം വരും. അതുകൊണ്ട് ഗവൺമെൻറ് വന്നപ്പോൾ പലരും പറഞ്ഞു ഒരു 3-ാം വർഷം ഖജന അടച്ചു കൂട്ടും, ശമ്പളം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനൊരു സമീപനം വരുമെന്ന് വെച്ചിട്ട് ഭയമൊന്നും നിൽക്കുകയല്ല ഗവൺമെൻറ് ചെയ്തത്. ശമ്പള കമ്മീഷൻ്റെ 5 വർഷത്തിലേക്ക് ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നത് വളരെ കുറച്ച് സ്റ്റേറ്റുകളേ ഉള്ളൂ. ഇപ്പോൾ അത് നടപ്പിലാക്കി. അതിൻ്റെ മുൻപുള്ള കുടിശ്ശികയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും കൊടുത്തു തീർക്കേണ്ടി വന്നു. ഈ പറഞ്ഞ 2 ഈ മാന്ദ്യവിരുദ്ധ പാക്കേജ് നടപ്പിലാക്കി 20,000 കോടി വെച്ച് കോവിഡിനെ മറികടക്കാൻ. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ചെയ്ത്. ആ സമയത്ത് വലിയ തോതിലുള്ള വാർത്തകൾ വന്നല്ലോ. നമ്മുടെ ഒരു എക്കണോമിക്സിൽ തന്നെ ഒരു പ്രമുഖ അധ്യാപിക പലപ്പോഴും രാഷ്ട്രീയ അഭിപ്രായങ്ങൾ കൂടി പറയുന്നതാണ്, അവരെ ഇപ്പോൾ കാണുന്നില്ല. 6 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ കടം ആയെന്ന് പറഞ്ഞു. 6 ലക്ഷം കോടി. അപ്പം ഞാൻ അന്നേരം തൊട്ട് പറയാം 6 ലക്ഷം കോടി ആയിട്ടേ ഇല്ല, 6 ലക്ഷം കോടി ആവത്തില്ല. ഇവർ ഈ ടീച്ചർ പറഞ്ഞത് ശരിയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു, അദ്ദേഹം നിയമസഭ പറഞ്ഞു 6 ലക്ഷം കോടിയായി, എത്രയാണ്. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം 1 ലക്ഷം കോടി കൊടുക്കാനുണ്ട്, എല്ലാം കൂടി 1.25 ലക്ഷം കോടി രൂപ ഈ 6 ലക്ഷം കോടിക്ക് പുറമേ കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ പറയുകയാണ്, പക്ഷേ ബധിരകർണങ്ങളെന്ന് പറഞ്ഞാൽ ധനകാര്യമന്ത്രിയും ഭരിക്കുന്ന സർക്കാരും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ വിലയില്ലല്ലോ. ഇപ്പോൾ ഇവരുടെ റിപ്പോർട്ട് വന്നപ്പോൾ 5.07 ലക്ഷം കോടിയാണ് എന്ന് വന്നു. അതിൽ തന്നെ ചെറിയൊരു കർഷനുണ്ട്. അവരെ കണക്കെടുത്തേക്കുന്നത് ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് ഫൈനൽ ഇയറിൻ്റെ. അത് ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് ആക്ച്വൽ അല്ല. ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ വെച്ചിട്ടാണ് 5.07 വന്നത്. ഞാൻ പറയുന്നത് 4.88 ക്രോഡ്സേ വരത്തുള്ളൂ. പിന്നെ 5.07 നിങ്ങൾ എഴുതി. എന്നാലും 6 ലക്ഷം കോടി എന്ന് പറഞ്ഞിടത്ത് 5 ലക്ഷം കോടിയേ ഇവർ നോക്കിയിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം, ശ്രീ വി ഡി സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി, അന്ന് പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പറഞ്ഞു, നിയമസഭയിൽ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ഇത്രയും കൊടുക്കാനില്ലേ. അപ്പോൾ ഈ കൊടുക്കുമ്പോൾ റീലാണല്ലോ പോകുന്നത്. മൊത്തം പ്രസംഗത്തിൻ്റെ റീല് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രസംഗമാണ്. പിന്നെ ഫാക്ട് ചെക്കിംഗ് ഒന്നും ഇല്ല പൊതുവെ. ഇപ്പം അതിങ്ങനെ പോവാണ്. 1.25 ലക്ഷം കോടി, 1 ലക്ഷം കോടി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം കൊടുക്കാനുണ്ട്. ഇപ്പം കണക്ക് വന്നപ്പോഴോ, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കണക്കുണ്ട്, ഈ ഗവൺമെൻറ് ഞങ്ങൾ 5 വർഷം നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു ബാധ്യത DA/DR കൊടുക്കാനുണ്ട്. ഇതെവിടെ ഒളിച്ചു വെച്ചിട്ടില്ല. DA/DR കൊടുക്കാനുണ്ട്. അതൊരു 10-35,000 കോടിയോളം വരും. അത് ഈ വർഷത്തെ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തന്നെ അതിൻ്റെ 1/3 കൊടുക്കാനുള്ള പൈസ വെച്ചിരുന്നു. അപ്പോൾ ഇത് വെച്ചിരുന്നത് മതി. അപ്പോൾ ഇത് ഇപ്പം കണക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ, എല്ലാം കൂടെ 48,000 ഉള്ളൂ ഇവരുടെ കണക്കനുസരിച്ച്. അതിനകത്ത് ഈ പറഞ്ഞ DA/DR കഴിഞ്ഞാലുള്ള എന്തൊക്കെ അറിയോ, ബിൽ ഡിസ്കൗണ്ടിങ് കൊടുത്തേക്കുന്ന പൈസ, UGCയുടെ കേന്ദ്ര ഗവൺമെൻറ് തരാത്ത പൈസ, നെല്ലിന് കേന്ദ്ര ഗവൺമെൻറ് തരാത്ത പൈസ, PMCന് ഞങ്ങൾ ഒപ്പിട്ടിട്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്തതാണ്. ഇന്നത്തെ ക്യാബിനറ്റ് വീണ്ടും അത് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞതാണ്. പണം തരാനുണ്ട്, അതിന് കിട്ടാനുള്ള പൈസ, SSKക്ക് കിട്ടാനുള്ള പണം, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ 48,000. 1.25 ലക്ഷം കോടി എന്ന് പറഞ്ഞത് കണക്ക് പോകുമ്പോൾ 48,000. അപ്പോൾ A+ തന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കടം 1/3 കുറഞ്ഞു എന്നുള്ള കണക്ക് നിങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. എന്ന് മാത്രമല്ല, ഇവരുടെ ഫിസ്ക്കൽ ടേബിൾസ് ഉണ്ട്. ഫിസ്ക്കൽ മെഷേഴ്സിൽ ടേബിൾസ് നോക്കുമ്പോൾ ഒരു സമയത്ത് 40% വരെ GSDPയുടെ 40% വരെ ബോറോയിങ്ങും വർദ്ധിച്ചിരുന്നു. കോവിഡ് സമയത്ത് സ്വാഭാവികമായിട്ട് വർദ്ധിക്കും. അവിടുന്ന് കുറഞ്ഞ് 33.6%. ഇവർ അവസാനം വെച്ചേക്കുന്ന 35 അത് ബഡ്ജറ്റ് ഡോക്യുമെന്റാണ്. 33.6% എന്ന AGയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. 33.6%ലേക്ക് എത്തി. 33 ആക്കണമെന്നാണ് പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റിപ്പുലേഷൻ. അവിടെ 33.6% വന്നുള്ളൂ. ഞങ്ങളുടെ ബോറോയിങ് വർദ്ധിപ്പിക്കാൻ അവർ സമ്മതിക്കുന്നില്ല എന്നൊരു കാര്യമുണ്ട്. വലിയ തോതിൽ പിടിക്കുകയാണ്. ഏകദേശം 5 വർഷം കൊണ്ട് 1.25 ലക്ഷം കോടി രൂപ എടുക്കാനുള്ളത് കുറച്ചു. അതുകൊണ്ടെന്താ, കഴിഞ്ഞ 25 വർഷത്തെ കണക്കെടുത്താൽ അത് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. VSൻ്റെ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, അതിന് മുമ്പത്തെ ഗവൺമെൻറ് എടുത്താൽ ഓരോ വർഷവും 90% or 100% കടം വർദ്ധിക്കും. ഞാൻ അതിൻ്റെ കണക്കുകളുണ്ട്. 81,000 കോടിയാണ് VS ഗവൺമെൻറ് കഴിഞ്ഞപ്പോൾ ഉള്ള കടം. അത് 1,56,000 കോടിയാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 5 വർഷം കഴിഞ്ഞപ്പോൾ. അത് 2,95,000 കോടിയാണ് തോമസ് ഐസാക്കിൻ്റെ 5 വർഷം കഴിഞ്ഞപ്പോൾ കടം. ഇപ്പോൾ ആ 2,96,000 എന്ന് പറയുന്നത് 6 ലക്ഷം ആവാം, അല്ലെങ്കിൽ 5,90,000 ആവാം സാധാരണ ലോജിക്ക് അനുസരിച്ച്. പക്ഷേ 4,88,000 എടുക്കാൻ പറ്റുള്ളൂ. ആ കടം അവിടെ കുറഞ്ഞു.
അപ്പോൾ കടത്തിൻ്റെ ഗ്രോത്ത് കുറഞ്ഞു. റവന്യൂ ഡെഫിസിറ്റ് നേരത്തെ 3.3% വരെയൊക്കെ ഉണ്ടായിരുന്നു, അത് 1.3 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതും ടേബിളാണ്. ഞാൻ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ടേബിൾ തന്നെയാണ്, കാരണം അവരുടെ കയ്യിലുള്ള ടേബിളാണ്. ആ ടേബിൾ അനുസരിച്ച് അതുണ്ട്. അപ്പോൾ ഇങ്ങനെ മൊത്തം കടത്തിൻ്റെ ഒരു അവസ്ഥ കൺട്രോൾ ചെയ്തു എന്ന് മാത്രമല്ല, റവന്യൂ ഗ്രോത്തിൻ്റെ കാര്യം കൂടി എപ്പോഴും നോക്കുമ്പോൾ നമ്മളിതിനേക്കാളും കൂടി ഗ്രോത്ത് ഉണ്ടാവണമെന്ന അഭിപ്രായം എനിക്കുള്ളത്, ഉണ്ടാവേണ്ടതാണ്. പക്ഷേ നിങ്ങൾ നോക്കിക്കോളൂ, ഇന്ത്യൻ കണ്ടീഷനിൽ അവർ എഴുതുമ്പം ഈ ഡോക്യുമെൻ്റ് വന്നിട്ടില്ല. എൻ്റെ കയ്യിൽ ഉള്ളത് ഇന്നലെ പബ്ലിഷ് ചെയ്ത സ്റ്റേറ്റ് ഫൈനാൻസസിനെ സംബന്ധിച്ചുള്ള ഡിക്കേഡൽ അനാലിസിസ് 2024-25 പറ്റി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇന്നലെ പബ്ലിഷ് ചെയ്ത ജൂൺ 16 ഡേറ്റ് വന്നേക്കുന്നതാണ്. അതിനകത്ത് റവന്യൂവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. റവന്യൂ ഇന്ത്യയിലെ ഏറ്റവും ബെറ്റർ പെർഫോമൻസ് ഉള്ള 7 സ്റ്റേറ്റിലൊന്ന് കേരളമാണ്. അതിനകത്ത് ആ ഇൻകത്തിൻ്റെ കാര്യത്തിൽ SOTR സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂവിൻ്റെ കാര്യത്തിൽ 7 സ്റ്റേറ്റാണ്. അതിനകത്ത് കേരളം 4ാമത്തെ സ്ഥാനത്താണ് മറ്റുമാണ് നമ്മുടെ വരുമാനം. ഇതിനകത്ത് കൃത്യമായിട്ട് ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ വന്ന കണക്കാണ്. ഇതിനകത്ത് വേറെ അവരുടെ ഇതിനകത്തുള്ള ബാക്കി ഓരോ മേഖലയെ സംബന്ധിച്ചും ഈ കാര്യങ്ങളിൽ വന്നിട്ടുണ്ട്. പിന്നീട് ആ റിപ്പോർട്ട് ഞാൻ അയച്ചുതരാം. പിന്നെ ഇപ്പം നിങ്ങളുടെ കിട്ടിക്കാണും. ഇന്നലെ വന്നതാണ്. ഇപ്പോൾ ഇന്നിപ്പം സൈറ്റിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് റവന്യൂ ഫിസ്ക്കൽ റവന്യൂവിൻ്റെ കാര്യത്തിനകത്ത് വന്നേക്കുന്ന SOTRൻ്റെ കണക്ക് ഈ റിപ്പോർട്ടിനകത്ത് വന്നിട്ടുണ്ട്. പിന്നീട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ നോക്കുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ച് വന്നേക്കുന്ന കണക്കുകൾ ശരിയല്ല. കാരണം എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് കൊടുത്തിട്ടുണ്ട്. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞങ്ങൾ പ്ലാനിലെ കണക്കുകൾ നോക്കുമ്പോൾ പ്ലാനുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുഴുവൻ എക്സ്പെൻഡിച്ചറും 10,000-12,000 കോടി പോകും. മുഴുവനും ഞങ്ങൾ റവന്യൂവിലാണ് ബുക്ക് ചെയ്യുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് പ്ലാനിംഗ് ബോഡി എന്നൊക്കെ ഉള്ളവരുണ്ട് ഇവിടെ. റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് നമ്മളത് ബുക്ക് ചെയ്യുന്നത്. പക്ഷേ അവിടെ ചെന്ന് പഞ്ചായത്ത് റോഡ് പണിയുന്നതും പാലം പണിയുന്നതും കെട്ടിടം പണിയുന്നതൊക്കെ ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ വേറൊരു കണക്കൂടെ ഞങ്ങൾ പറയാറുണ്ട്. അത് കൂട്ടുന്നില്ല ഞാനിവിടെ. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ക്യാപിറ്റലാണല്ലോ, അത് ഞങ്ങളിവിടെ കൂട്ടിയില്ല. അല്ലാതെ തന്നെ പഞ്ചായത്തുകളിലേക്ക് പോകുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ പോകും, അത് ഇത് വരും. അതുപോലെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനകത്ത് വരുന്ന പലതും ഈ കിഫ്ബി മറ്റതൊക്കെ വരുമ്പോഴത്തേക്ക് ഞാനിപ്പം 22,000 കോടി കഴിഞ്ഞ വർഷം എഫക്റ്റീവ്ലി 22,000 കോടി വരും. ഈ പറഞ്ഞ പെർസെൻറ്റേജിനേക്കാളിലൊക്കെ കൂടുതൽ വരും. കണക്കുകൾ ഞാൻ കണക്കെല്ലാം കൂടെ എടുത്തിട്ട് അങ്ങനെ കൃഷ്ണമാക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. ഇപ്പോഴത്തെ എക്സ്പെക്റ്റേഷൻ 30,000 കോടിക്ക് അടുത്ത് വരും, ഈ പറഞ്ഞ നേരിട്ടുള്ളതല്ലാത്തതും. ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ 10 വർഷമായിട്ട് മൂലധന നിക്ഷേപം കുറഞ്ഞെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ നാഷണൽ ഹൈവേ വരുമോ? 6,000 കോടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ്ങിനകത്തുനിന്ന് ഞങ്ങൾ നമ്മുടെ കേരളം മാത്രമാണ് നാഷണൽ ഹൈവേക്ക് വേണ്ടി പണം കൊടുത്തത്. ഇത്രയും മറ്റ് ചില സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട് 200 കോടി 250 കോടിയൊക്കെ. 5,800 ചില്ലാനും കോടിയാണ് ഈ സ്ഥലം എടുക്കാൻ കൊടുത്തത്. അത് കൊടുത്തത് കൊണ്ടെന്താ, അതുണ്ടാക്കുന്നൊരു എഫിഷ്യൻസി ഉണ്ട്, അല്ലെങ്കിൽ അത് ട്രിഗർ ചെയ്യും, ആകെ ഡെവലപ്മെൻറ്റ് കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്യും. 4-1 പണമാണ് ഞങ്ങൾ കൊടുക്കുന്നത്, ബാക്കി പണം കൂടെ സെൻട്രൽ ഗവൺമെൻറ് ഇടും. അങ്ങനെ വരുമ്പം 1,00,000 കോടിയോളം രൂപയുടെ വിവിധ റോഡ് പ്രോജക്റ്റുകൾ കേരളത്തിൽ നടക്കുക. ഇതെല്ലാം ഇക്കണോമിക് ആക്ടിവിറ്റീസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം ഒരൊറ്റ രൂപ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല, ഒരൊറ്റ രൂപ വേറെ എന്തെങ്കിലും ഇൻ്റർനാഷണൽ ഏജൻസി നിർത്താനില്ല. പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തിൽ ചേർന്നിട്ടാണല്ലോ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഇനി വരാൻ പോകുന്ന ബഡ്ജറ്റിലും പറയാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖം വെച്ചിട്ടാണല്ലോ. ആ വിഴിഞ്ഞം തുറമുഖം അതിനകത്ത് മേജർ എക്സ്പെൻഡിച്ചർ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ധനകാര്യമന്ത്രി ആയിരുന്ന സമയത്ത് തന്നെയാണ് അതിൻ്റെ മേജർ എക്സ്പെൻഡിച്ചർ വന്നത്. ഇതേപോലുള്ള തുറമുഖവും റോഡും മാത്രമല്ല, കേരളത്തിലിപ്പോൾ ഈ നിങ്ങളുടെ രേഖയിൽ തന്നെ പറയുന്നുണ്ട് ഏറ്റവും അഭിമാനകരമായ ഒരു മേഖലയാണ് സിവിൽ ഏവിയേഷൻ, രണ്ടാമത്തത് പോർട്ട് സെക്ടർ. സിവിൽ ഏവിയേഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സിയാലാണ് പ്രധാനമായിട്ടും. ആ സിയാലിൻ്റെ ഗവൺമെൻറ്റിന് കൺട്രോളുള്ള, ഗവൺമെൻറ്റിന് മേജർ അല്ലെങ്കിൽ കൺട്രോളിങ് ഷെയറുള്ള ലോകത്തെ തന്നെ ആദ്യത്തെ എഫക്റ്റീവായ PPP പ്രൊജക്റ്റാണ് സിയാൽ. ലോകത്തെ തന്നെ ഞാൻ പറയും PPP പ്രൊജക്റ്റ്. ആ PPP പ്രൊജക്റ്റിന് ഈ കഴിഞ്ഞ ഞാൻ ധനകാര്യമന്ത്രി ആയതിനു ശേഷം 300 ചില്ലാനും കോടി രൂപ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണമായിരുന്നു. ആ പണവും ഈ ഡിഫിക്കൽട്ടിക്ക് ഇടയ്ക്കാവുന്നത് 1000 കോടിയെങ്കിലും നമ്മുടെ വിവിധ കമ്പനികളുടെ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. കാരണം സിയാലിൻ്റെ ക്യാപിറ്റൽ KFCക്ക് 570 കോടി രൂപയാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന് ക്യാപിറ്റൽ കൊടുത്തത്. കാരണം അതൊക്കെ ഇൻഡസ്ട്രിയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, KSFE. അപ്പോൾ ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട സിവിൽ ഏവിയേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, പൊതുമേഖലകളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതെല്ലാം കൊടുക്കുകയും ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കേവലം റോഡും പാലവും കെട്ടിടവും മാത്രമല്ല, ബാക്കിയെല്ലാം ചെയ്തു. ഇവിടെ ശ്രീ വീരമണി അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ക്വാളിറ്റി, എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയും ഒക്കെ പറഞ്ഞു. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സ്കൂളിലെയും കോളേജിൻ്റെയും
എക്സ്പെൻഡിച്ചർ വലിയ തോതിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. ഞാൻ ഇവിടെ പേഴ്സണലായിട്ട് എടുക്കരുത്, CDSന് തന്നെ 5 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഞാൻ ബഡ്ജറ്റ് അത്ര അവർ ആവശ്യപ്പെട്ടിരുന്നില്ല. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമുക്കിതിനെപ്പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സംബന്ധിച്ച്. അവർ ഇതുകൂടാതെ നിങ്ങളുമായിട്ട് കൺസൾട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ഫിനാൻസ് സെക്രട്ടറി നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ചില ഇക്കണോമിക്സോ അല്ലെങ്കിൽ മറ്റു മേഖലയിലെ ചില സ്കൂൾസ് ഡെവലപ്പ് ചെയ്യാൻ, ഇക്കണോമിക്സോ മറ്റു മേഖലയിൽ. കാരണം ഹയർ എഡ്യൂക്കേഷന് വലിയ തോതിൽ ഫണ്ട് വേണം, ജനറൽ എഡ്യൂക്കേഷൻ വേണം, ഹയർ എഡ്യൂക്കേഷനും സയൻസ് പാർക്ക് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലുള്ളതിനൊക്കെ നമ്മൾ പണം വെക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ കുറേ ചെയ്യുന്നുണ്ട് കേരളം എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അത് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു കാര്യം പറയുമെന്ന് വിചാരിച്ചു, RD ഗ്രാൻറ്റിനെ പറ്റി സംസാരിച്ചില്ല. വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾ കണ്ടെത്തിയത് നമ്മുടെ ബഡ്ജറ്റിനകത്ത് 20,000 കോടി രൂപയുടെ വ്യത്യാസമുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ അല്ലേ. ഒരു മേജർ ഒരു ആർഗ്യുമെൻ്റാണ് RD ഗ്രാൻറ്റ് വെച്ചിരിക്കുന്നു അതിനകത്ത്. ഞാൻ ഇതുപോലൊരു വേദി പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസം ബഡ്ജറ്റ് വരുന്ന ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അത് വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കേണ്ടതാണ്. എല്ലാ കാര്യവും എനിക്കിവിടെ പറഞ്ഞു തീർക്കാൻ സമയം കിട്ടത്തില്ല, നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയം കിട്ടത്തില്ല. RD ഗ്രാൻറ്റ് എന്തിനാണ് സാധാരണ കൊടുക്കുക? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് സാധാരണ സ്റ്റേറ്റുകൾക്ക് റവന്യൂ ഡെഫിസിറ്റ് വരുന്ന സ്റ്റേറ്റുകൾ കൊടുക്കും. ഫിനാൻസ് കമ്മീഷൻ കൊടുക്കുന്ന 275 ആർട്ടിക്കിൾ 275 അനുസരിച്ചുള്ളത് കൂടാതെ 275 അനുസരിച്ച് തന്നെ കൊടുക്കാം, അല്ലാതെയും കൊടുക്കാം ഗവൺമെൻറ്. അതിന് പ്രൊവിഷൻ വെക്കും. ഞാൻ മനസ്സിലാക്കുന്ന 15ാം ധനകാര്യ കമ്മീഷൻ വരെ എല്ലാ ധനകാര്യ കമ്മീഷനും RD ഗ്രാൻറ്റ് കൊടുത്തിരുന്നു. 14ഉം 13ഉം ഒക്കെ നമുക്ക് തന്നിരുന്നു, 15 തന്നിരുന്നു. 15-ന് നമുക്ക് നല്ല തുക കിട്ടി. ഈ മറ്റേത് കുറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് 19,000 രൂപ ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷം 13,000 കോടി രൂപ, മൂന്നാമത്തെ വർഷം 4,000 കോടി രൂപ. എന്നാലും നമുക്ക് വന്ന പെർസെൻറ്റേജ് ഫാളിനൊപ്പം വന്നില്ല. ഈ വർഷം RD ഗ്രാൻറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ RD ഗ്രാൻറ്റും ഒക്കെ അനൗൺസ് ചെയ്യുന്ന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പാണ് ഞങ്ങൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. സ്വാഭാവികമായും RD ഗ്രാൻറ്റ് ഉണ്ടാവുമെന്നാണ് നമ്മൾ ധരിക്കുന്നത്. RD ഗ്രാൻറ്റ് അത് വന്നില്ല. പക്ഷേ RD ഗ്രാൻറ്റ് അവിടെ കിടക്കണം. എന്താ കാര്യം എന്നറിയോ? 41, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വലിയ ഫൈറ്റ് നടത്തേണ്ട പ്രശ്നമാണ്. 41% ഇന്ത്യ ഗവൺമെൻറ് താഴോട്ട് കൊടുക്കുന്ന അവരുടെ ടോട്ടൽ റവന്യൂവിൻ്റെ 41% താഴോട്ട് കൊടുക്കുന്നത് എല്ലാ സ്റ്റേറ്റുകൾക്കും. കഴിഞ്ഞ കമ്മീഷനും അതാണ് കൊടുത്തത്. അതിന് പുറമെ 4.5 ലക്ഷം കോടി രൂപയാണ് RD ഗ്രാൻറ്റ് കൊടുത്തത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ അത്രയും വലിയൊരു ഹ്യൂജ് ചങ്ക് ഓഫ് മണി ഈസ് വിത്ത് ദം, ലൈയിങ് വിത്ത് ദം ഫോർ ഹെൽപ്പിംഗ് ദ സ്റ്റേറ്റ്സ്. പക്ഷേ ഇപ്രാവശ്യം RD ഗ്രാൻറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തില്ല. 4.5 ലക്ഷം കോടി രൂപ അന്നത്തെ വിലയിലാണ്. ഇപ്പോൾ അതൊരു 6.5 ലക്ഷം കോടി വരും എസ്കലേഷനൊക്കെ വരുമ്പോൾ, പ്രൈസ് റൈസൊക്കെ വരുമ്പോൾ. ആ പണം സെൻട്രൽ ഗവൺമെൻറ് അന്ന് ഇതേപോലെ കൊടുത്തിരുന്ന കഴിഞ്ഞ 15 ധനകാര്യ കമ്മീഷൻ സമയത്ത് കൊടുത്തിരുന്ന പണം അവരുടെ കയ്യിലുണ്ട്, അത് കൊടുത്തിട്ടില്ല. അപ്പം പല മന്ത്രിമാരും ധനകാര്യ മന്ത്രിമാരും ഒക്കെ സംസാരിക്കുമ്പോൾ നേരത്തെ ഇത് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചത്. ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് അന്ന് കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടില്ല, പിന്നീടാണ് വന്നത്. അതിനുശേഷം ബഡ്ജറ്റ് അവതരിപ്പിച്ച ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഡൽഹിയിൽ പോയി പ്രൈം മിനിസ്റ്ററെയും ഫിനാൻസ് മിനിസ്റ്ററെയും കണ്ടു. ഞങ്ങൾക്ക് RD ഗ്രാൻറ്റ് കിട്ടണം. അവർക്ക് 10,000 കോടിയാണ് ഓരോ വർഷവും കിട്ടിക്കൊണ്ടിരുന്ന RD ഗ്രാൻറ്റ്. ചെറിയ സ്റ്റേറ്റ് ആണെങ്കിലും 10,000 കോടി കിട്ടി. അവർ പറഞ്ഞു ഞങ്ങൾ 30% സാലറി കട്ട് ചെയ്യാൻ പോകണം, ഞങ്ങൾക്ക് പണമില്ല. അവർ പ്രമേയം പാസ്സാക്കി RD ഗ്രാൻറ്റ് വേണമെന്ന്. നിങ്ങൾ ആ കമ്മീഷൻ റിപ്പോർട്ടിനകത്തില്ല. പക്ഷേ ഈ റിപ്പോർട്ടിനകത്ത് ഒരു മൗലികമായ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്, സ്റ്റേറ്റിൻ്റെ ഫിനാൻസസ് ഇക്കാര്യമെല്ലാം പറഞ്ഞു, പക്ഷേ ബേസിക് ഇഷ്യൂ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പാണ്. അവിടുന്ന് കിട്ടാനുള്ള പണത്തെ സംബന്ധിച്ച് തീരെ പറയാനും ഷാർപ്പായിട്ട് അത് കിട്ടാനുള്ള മാർഗ്ഗങ്ങളെ പറ്റി പറയാനും ഈ സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറായിട്ടില്ല. അത് നിങ്ങളുടെ ഒരു അജണ്ടയുടെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വരുന്നതായിരിക്കത്തില്ല, പക്ഷേ ആ പണം കിട്ടാനുണ്ട് എന്നുള്ളൊരു ചെറിയ പ്രശ്നമല്ല. അപ്പോൾ RD ഗ്രാൻറ്റ് ഈ 6 ലക്ഷം കോടി കഴിഞ്ഞ വർഷം കൊടുത്ത കണക്കനുസരിച്ച് അതിന് കൊടുക്കാനുള്ളതുണ്ട്. അത് മേടിച്ചെടുക്കണം. സ്റ്റേറ്റ് അസംബ്ലി തന്നെ ഒരു പ്രമേയം പാസ്സാക്കുകയും സെൻട്രൽ ഗവൺമെൻറ് ഇപ്പം പല സംസ്ഥാനങ്ങളും, ഞാൻ ഈ പറഞ്ഞ പ്രതിപക്ഷ സംസ്ഥാനങ്ങളാണ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്, അവരുൾപ്പെടെ ഈ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം നമുക്ക് നടത്തണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ബാക്കി കാര്യങ്ങൾ ഇതിനകത്ത് ഈ പറഞ്ഞ ഓരോ മേഖലയിലും ഇപ്പോൾ ഡിക്കേഡൽ അനാലിസിസ് പറയുന്നത് കേരളം ആകെ സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 72% സ്വന്തം ടാക്സ് വർദ്ധിപ്പിച്ച് അതിൽ നിന്നുണ്ടാക്കുന്ന സ്റ്റേറ്റാണ്. ഇന്ത്യൻ ശരാശരി 47 അല്ലേ, 47 ഇന്ത്യൻ ശരാശരി 47 to 50% അല്ലെങ്കിൽ അതിനടുത്ത് പെർസെൻറ്റേജ് ആകെ ഒരു സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൽ അത്രേ അവർ ആ സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ എന്ന് വരുന്നുള്ളൂ. കേരളം ഉൾപ്പെടെ 7 സ്റ്റേറ്റുകളാണ് അല്പം മെച്ചം ഉണ്ടാക്കുന്നത്. വലിയ ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റുകളാണ് മറ്റൊക്കെ, ഗുജറാത്ത്, മഹാരാഷ്ട്ര. കേരളം 72% ഓഫ് ദ ടോട്ടൽ റവന്യൂ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു ഗ്യാപ്പ് ഓഫ് 20% ഷുഡ് കം ഫ്രം ദ സെൻറ്റർ. That part is not mentioned in this document. That is very important. Politically, you can curse the government which was in power for the last 10 years. They were not functioning properly. ഇവിടെ ഇതെല്ലാം സോഷ്യൽ വെൽഫെയറും കൊടുത്ത്
ശമ്പള പരിഷ്കരണവും കൊടുത്ത് എല്ലാം കൊടുക്കുമ്പോഴാണ് ഇന്ത്യൻ ആവറേജിൽ ഇതൊന്നും കൊടുക്കുന്നില്ല. അവിടെ നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നു. കേരള മോഡലിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഗ്രോത്ത് പാത്തിലേക്കാണ് ഞങ്ങൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്, ഗ്രോത്ത് പാത്തിലേക്കാണ് നമ്മൾ എത്തിച്ചതെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം. കാരണം ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടണമെന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം, ഞാൻ തന്നെ മനോരമ പത്രത്തിൽ വന്നത്, ഞാൻ ഇന്ന് പത്രമെടുത്ത് തന്നെ കാണിച്ചു, ധവള പത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാളും വ്യത്യസ്തമാണ് മനോരമ പത്രം പറയുന്നത്. അവർ പറഞ്ഞത് കഴിഞ്ഞ 2 മാസത്തെ, കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മെയ്യിലൊക്കെ നമ്മുടെ ടാക്സ് ഒരു ആവറേജ് 1000 crores വെച്ച് മാസം ഇൻക്രീസ് ചെയ്തു. എന്നിട്ട് അവർ തന്നെ പറയുന്നു പുതിയ ഗവൺമെൻറ്റിൻ്റെ ഒരു നേട്ടമല്ലത്, കാരണം നേരത്തെ ഉള്ളതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഈ വർഷം ഒരു 10,000 crores എങ്കിലും നമ്മുടെ ടാക്സിനകത്ത് വർധന വരും. ഈ ബുയോൻസി കൂടിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ധാരാളം ഫൈറ്റ് നടത്തിയിട്ടാണ്. നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് സ്റ്റഡി ചെയ്തത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇവർ അക്കാഡമിക് സ്റ്റഡി നടത്തുന്നത്, ഞങ്ങൾ പലപ്പോഴും ഞാൻ പല സ്റ്റഡികളും നടത്തുന്നതിന് അവർ സഹകരിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ നമ്മുടെ എക്കണോമി മെച്ചപ്പെടുന്നുണ്ട്, നമ്മുടെ ഗ്രോത്ത് വരും. ഇപ്പോഴത്തെ ഈ അടിസ്ഥാന സൗകര്യം കൂടി വരുമ്പോൾ കുറച്ചുകൂടി വരും. രണ്ടാമത്തെ കാര്യം, 16ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ വലിയൊരു പ്രവർത്തനം ഞങ്ങൾ നടത്തി. നമ്മുടെ നിങ്ങളുടെ കമ്മിറ്റിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, എം ചന്ദ്രശേഖർ അദ്ദേഹം ഉൾപ്പെടെ ഞങ്ങൾ വലിയ ടീമായിട്ടാണ് എല്ലാവരും ചേർന്ന് വർക്ക് ചെയ്തു. ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു 0.4% ഇൻക്രീസ് കിട്ടി. എന്ന് പറഞ്ഞാൽ 10,000 കോടി രൂപ കഴിഞ്ഞ 5 വർഷക്കാലം ശരാശരി വർഷം കിട്ടിയതിനേക്കാളും 10,000 കോടി രൂപ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഈ 16th ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ടിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ടാക്സിൻ്റെ വർധനവ് കാരണം ഇക്കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ കേരളം ഒരു നെഗറ്റീവ് പാത്തിലല്ല, പോസിറ്റീവ് പാത്തിലാണ്. നമ്മൾ പറഞ്ഞ് അയ്യോ ഞങ്ങളുടെ ഒന്നുമില്ല, നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ എടുക്കാത്ത കടം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് എവിടെ നിന്നും കടം കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കരുത്, നമ്മൾ ബാങ്ക്രപ്റ്റാന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാക്കരുത്, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. ഡോണ്ട് ആർഗ്യൂ നെഗറ്റീവ്ലി ഫോർ ദ സ്റ്റേറ്റ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് അഭിപ്രായമില്ല, നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും അങ്ങനല്ല. ഞങ്ങൾ ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ പൊളിറ്റീഷ്യൻസ് ഞങ്ങൾ പറയുമ്പം ഇതുവരെ ചെയ്തെല്ലാം മോശമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഭരണവർഷമാവത്തില്ല, ഇവർ ചെയ്യുന്ന എല്ലാം മോശമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറയുന്ന തരത്തിലായിരിക്കും. പക്ഷേ ഇത് ഒരു സ്ഥിതിയാണ്. ഈ വസ്തുതാ റിപ്പോർട്ടാകുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി വെച്ചിട്ട് നോക്കിയിട്ട് വേണം എന്ന അഭിപ്രായമാണ് പറയാനുള്ളത്. ഞാനിപ്പം അകത്തുമല്ല പുറത്തുമല്ല, റിപ്പോർട്ട് തയ്യാറാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് എന്നുവെച്ചാൽ അതിൻ്റെ പ്രിഫേസ് പറഞ്ഞ മാതിരി അനലിറ്റിക്കൽ സപ്പോർട്ടും റിസർച്ച് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അത് ചില ചാപ്റ്ററിൽ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ ഗവൺമെൻറ് ഞങ്ങളൊരു റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞു, വാട്ട് ക്യാൻ ബി ദ പോസിബിൾ ഇമ്പാക്റ്റ് ഓൺ കേരള ഇക്കോണമി. അപ്പം എന്നോട് ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത്, ഞാനാണ് ഒരു മേജർ ചാപ്റ്റർ ഡ്രാഫ്റ്റ് ചെയ്തത്. പക്ഷേ ടി വിയിലൊക്കെ വന്നപ്പോൾ അത് നമ്മൾ പറഞ്ഞതിനും വളരെ വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത്. അപ്പം ഇതെങ്ങനെ വന്നു എനിക്ക് തോന്നി ഇപ്രാവശ്യം ആ ഒരു എക്സ്പീരിയൻസിൽ ചിലപ്പം റിപ്പോർട്ടിൽ ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ വെച്ചിട്ടാണ് ഇപ്രാവശ്യം ഡ്രാഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ചില കേസിലൊക്കെ എന്താ പറയുക, ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ട്. എന്നാലും സപ്പോസ് ഇഫ് യു ഹാവ് ക്രൈസിസ്, ഇറ്റ് ഈസ് എ ഔട്ട്കം ഓഫ് എ പ്രോസസ്, ഒരു ലോങ് ഇയേഴ്സ് ഓഫ് പ്രോസസ്, സിസ്റ്റമിക് ഇഷ്യൂ ആണ്. ചില ചാപ്റ്ററുകൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പം തന്നെ ഒരു സിസ്റ്റമിക് ഇഷ്യൂ ഇവിടെ ഉണ്ട്, അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് ചെയ്തത്. കേരളത്തിൽ ഇപ്പോൾ ഇതിന് മാത്രമല്ല, എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഐഡിയോളജിക്കൽ പൊസിഷൻ എടുക്കും. ഒരു മേജർ ഐഡിയോളജിക്കൽ പൊസിഷൻ ഞാൻ കണ്ടത് ദ ന്യൂ ലിബറലിസം ആണ്. ന്യൂ ലിബറലിസം എസെൻഷ്യലി മീൻസ് ദാറ്റ് യു ആർ ഗിവിങ് മോർ റോൾ ടു ദ മാർക്കറ്റ്. മാർക്കറ്റ് വിൽ allow us to do things. പക്ഷെ നമ്മളുടെ സമൂഹത്തിൽ, നമ്മൾ ഒരു സൊസൈറ്റിയിൽ നമ്മളെങ്ങനെ നമ്മളുടെ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, വി ഹാവ് 3 essential mechanisms. One is market, another is state, another is community. These 3 entities are joining together and solving many of our problems. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ കടയിൽ പോയി ചായ കുടിക്കുന്നതിന് യു ആർ യൂസിങ് ദ മാർക്കറ്റ്. നിങ്ങൾ താഴെ വീണ് എന്തോ പരിക്ക് പറ്റിയിട്ട് അയൽവാസി വന്നു കഴിഞ്ഞാൽ യു ആർ യൂസിങ് ദ കമ്മ്യൂണിറ്റി. പിന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട്, യു ആർ യൂസിങ് ദ സ്റ്റേറ്റ്. നമ്മൾ ഹിസ്റ്റോറിക്കലി കമ്മ്യൂണിറ്റി നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. എല്ലാ ഡിസ്കഷനും വന്നിരിക്കുന്നത് എന്താണ്, നമ്മുടെ സ്റ്റേറ്റ് വേഴ്സസ് മാർക്കറ്റിനാണ്. ശരിക്കും ഇപ്പം സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ട്, കാരണം ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഈ ലിറ്ററേച്ചറിലാണ് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു ഗവൺമെൻറ് ഈസ് ഈക്വൽ ടു സ്റ്റേറ്റ് എന്നാണ്. പക്ഷേ അപ്പോൾ യു ക്രിട്ടിസൈസ് ദ ഗവൺമെൻറ്, ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു ക്രിട്ടിസൈസിങ് ദ സ്റ്റേറ്റ് എന്നുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ട്. പക്ഷേ ഐ യൂസ് ദ സ്റ്റേറ്റ് ആസ് എ ഗവൺമെൻറ്. സ്റ്റേറ്റ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റികളെല്ലാം കൊളാപ്സ്ഡ് ആയിപ്പോയി. എന്നാൽ മാർക്കറ്റ് ഡോമിനേറ്റഡ് ആയി സൊസൈറ്റികൾ ഉണ്ടായിരുന്നു. 1970s മുതൽക്ക് US followed that strategy and many other countries.
വാട്ട് ഈസ് ദെയർ കറണ്ട് ഫേറ്റ് നൗ? റിസർച്ച് കാണിക്കുന്ന എന്താണ്? ഇപ്പോൾ ലിറ്ററേച്ചർ യു എസിലെല്ലാം once you market get the dominance, the immediate outcome is increasing inequality and unemployment, and this creates a lot of frustrations in the society, and the people lose their confidence in the system, and they elect people who are not fit for that job. അതല്ലേ ഇപ്പം കാണുന്നത് നിങ്ങൾ? ഇത് നമ്മൾ ചരിത്രത്തിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല. ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം ജർമ്മനിയിലുള്ള മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഫിനാൻഷ്യൽ ഇക്കണോമിക് ക്രൈസിസ്, അതാണ് റൈറ്റ് വിങ് ഫോഴ്സ് എമേർജ് ചെയ്ത്, ഹിറ്റ്ലർ അടക്കം എമേർജ് ചെയ്ത് അങ്ങനെയാണ്. ഡോമിനൻസ് ഓഫ് മാർക്കറ്റ് റീച്ച് ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ എന്നാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ബുക്ക് ജോസഫ് സ്റ്റിഗ്ലിസിൻ്റെ റോഡ് ടു ഫ്രീഡം എന്ന് പറഞ്ഞിട്ട ബുക്കാണ്. ഹീ ഈസ് ട്രേസിങ് ഓൾ ദീസ് ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു കറണ്ട് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ we need to solve, neither market nor state nor community can solve a problem, but what is required is an appropriate mix of these three. So ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ എടുത്ത് മാർക്കറ്റ് സോൾവ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേറ്റ് സോൾവ് ചെയ്യും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സോൾവ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഐഡിയോളജിക്കൽ പൊസിഷൻ എടുക്കാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ്. ഫോർ ഇൻസ്റ്റൻസ്, ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ഏജ്ഡ് കെയർ. ഏജ്ഡ് കെയറിന് നമുക്ക് മാർക്കറ്റ് സൊല്യൂഷൻ ഇല്ല. ഗവൺമെൻറ് ഓൾസോ കനോട്ട് സോൾവ് ദാറ്റ് ഇഷ്യൂ ബിക്കോസ് ഗവൺമെൻറ് യൂഷ്വലി വർക്ക് വിത്ത് റൂൾസ്, ലോസ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്. മാർക്കറ്റ് വിത്ത്, ഇഫ് യു വാണ്ട് ടു എൻ്റർ ദ മാർക്കറ്റ് യു നീഡ് മണി. മാർക്കറ്റ് വർക്ക് വിത്ത് കോമ്പറ്റീഷൻ. സോ കേരളത്തിൽ ഇന്നത്തെ ഏജ്ഡ് ഇഷ്യൂ ഏറ്റവും സോൾവ് ചെയ്യാനുള്ള വി ഹാവ് ടു മിക്സ് ഗവൺമെൻറ് ആൻഡ് കമ്മ്യൂണിറ്റി. ഏത് ഗവൺമെൻറ്, എസെൻഷ്യലി ദ ലോക്കൽ ഗവൺമെൻറ്റ്സ്, they will help in solving because they can bring the community together. അതാണ് പല ഞങ്ങളൊരു പുസ്തകം വരുന്നുണ്ട്, ഞങ്ങൾ വിശദമായിട്ട് പഠിച്ചാണ് പഞ്ചായത്ത് ലെവലിലുള്ള ഈ ഏജ്ഡ് കെയർ. സോ അതുകൊണ്ട് ഏതാണ് മാർക്കറ്റാണോ, നമ്മുടെ സ്റ്റേറ്റ് ആണോ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ്. വി കനോട്ട് ടേക്ക് എ what is called ideological position on that. ഈ ലോകത്ത് നന്നാക്കി വർക്ക് ചെയ്യുന്ന പല സൊസൈറ്റികളും വെൽഫെയർ സ്റ്റേറ്റും ഇതെല്ലാം അപ്രോപ്രിയേറ്റ് ആൻഡ് മിക്സ് ചെയ്താൽ നോർത്ത് കൺട്രീസ് ഇതെല്ലാം അവിടെയാണ്. അതുകൊണ്ട് ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ എടുക്കുന്നത് ഇത് മാർക്കറ്റാണ്. മാർക്കറ്റ് ഡിസിപ്ലിൻ. സപ്പോസ് യു ആർ പ്രൊഡ്യൂസിങ് Toothpaste can be produced by market. You don't need government. The only government intervention is you need quality control. Chemical ഒന്നുമില്ലാണ്. അതാണ് ഒരു അങ്ങനെ ഒരു പൊസിഷനാണ് അതിലെടുത്തത്. പിന്നെ അതിൽ രണ്ടാമത്തെ ഒരു ഞാൻ ഹെൽപ്പ് ചെയ്തൊരു ചാപ്റ്റർ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഉണ്ട്. ഈ പത്രത്തിലും മീഡിയയിലും കണ്ടാണ് പ്രൈവറ്റൈസേഷൻ. അതിൽ ഒരു പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്നു, നഷ്ടങ്ങൾ ഒരു ഇഷ്യൂ ആണ്. ഈ ഞാൻ മനസ്സിലാക്കിയത് പബ്ലിക് സെക്ടറിൻ്റെ ഇഷ്യൂ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള പബ്ലിക് സെക്ടർ ഡൈവേഴ്സ് എൻറ്റിറ്റീസ് ആണ്. 3 എൻറ്റിറ്റി ഉണ്ട്. അത് കംപ്ലീറ്റ് ജനറൽ പബ്ലിക് യൂട്ടിലിറ്റിയാണ്. അതിന് 2 ഇഷ്യൂ ഉണ്ട്. ഒന്ന് സോഷ്യൽ വെൽഫെയർ ആസ്പെക്റ്റ് ഉണ്ട്, രണ്ടാമത് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് നന്നായി വർക്ക് ചെയ്താൽ മാത്രമേ നമ്മളുടെ മറ്റുള്ള സെക്ടേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റിയും കോമ്പറ്റീറ്റീവ്നെസ്സും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനൊരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ അതിനൊരു വെൽഫെയർ ഇഫക്റ്റും ഉണ്ട്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിഫോം ദാറ്റ്. അതിൽ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഓൾസോ ദർ ഈസ് ഓൾസോ അക്കൗണ്ടബിലിറ്റി ഇഷ്യൂസ്. ഈ അക്കൗണ്ടബിലിറ്റി ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഈ സബ്സിഡി കൊടുക്കുന്നതാണോ ഇവരുടെ ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസി ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. So one thing I thought that this you cannot use this what is called this social welfare criteria or objective as a reason for what is called concealing or covering up the operational efficiency. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സജഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കൺസംഷൻ ബേസ്ഡ് സബ്സിഡി. കൺസംഷൻ ബേസ്ഡ് സബ്സിഡി എന്ന് പറയുന്നത് കൺസ്യൂമറിൻ്റെ പോക്കറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റീൻ്റെ കേസിൽ നമുക്ക് ചെയ്യാവുന്ന വെച്ചാൽ ദർ ഈസ് എ പെർഫെക്റ്റ് കോറിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഇലക്ട്രിസിറ്റി കൺസംഷൻ. സോ ദാറ്റ് ഈസ് ദാറ്റ് നോ ഗവൺമെൻറ് ഈസ് ഡൂയിങ് ഓൾസോ. ദാറ്റ് ഈസ് 100 യൂണിറ്റ്സ് എന്ന് കഴിഞ്ഞാൽ അതിന് ഫ്രീ ആണ്, അങ്ങനെ കൊടുക്കാം. പക്ഷേ അത് ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് നേരിട്ട് തന്നെ കൊടുക്കണം.
അത് ഒരിക്കലും ഒരു KSEB നഷ്ടം നികത്തുന്ന ഒരു രീതിയിലാവരുത്. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യണം. കാരണം ടാക്സ് പേയറുടെ മണിയാണ്. ടാക്സ് പേയേഴ്സ് ഷുഡ് നോ ഈസ് ഇറ്റ് ഡ്യൂ ടു ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസി ഓർ ഡ്യൂ ടു സബ്സിഡി. ഈ ഇഷ്യൂ ആണ് ഇതിൽ. പിന്നെ അതിൽ ഞങ്ങൾ എവിടെയും പറയുന്നില്ല പ്രൈവറ്റൈസേഷൻ ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് utilities must work on commercial principles. Commercial principles എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലിറ്റീസിൻ്റെ കേസിൽ they have to achieve operational efficiency. കാരണം അവരുടെ കേസിൽ റെഗുലേറ്റർ ഉണ്ട്. റെഗുലേറ്റർ പ്രൈസും സം എക്സ്റ്റെൻറ്റ് ക്വാണ്ടിറ്റിയും ഫിക്സ് ചെയ്താൽ അവർക്ക് റവന്യൂവിലൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണോ സർപ്ലസ് ഉണ്ടാക്കണോ അവർ ഓപ്പറേഷണലി എഫിഷ്യൻ്റ് ആവാൻ മാത്രമേ പറ്റൂ. അവർ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്നാൽ KSRTCൻ്റെ കേസിലും അവർക്ക് വേണമെങ്കിൽ കൊമേഴ്സ്യൽ ആക്ടിവിറ്റി എടുക്കാം. മറ്റുള്ള അഡ്വർടൈസ്മെൻറ്റ് അവരുടെ പലതും മാളുകൾ ഒക്കെ തുടങ്ങാം. അങ്ങനെ കൊമേഴ്സ്യൽ ലൈനിലേക്ക് വേണമെങ്കിൽ പോകാം. അതിനുകൊണ്ട് ഒരു ഇഷ്യൂ അതൊരു ഇഷ്യൂ അല്ലാന്ന് തോന്നുന്നു. അപ്പം PSUവിൻ്റെ കേസിൽ ഞങ്ങളുടെ ഒരു വ്യൂ ഇതാണ്, എൻ്റെ ഒരു വ്യൂ ഇതാണ്. കാരണം PSU strategic importance ഉണ്ട്, so we cannot ignore them. At the same time, we have to keep that what is called this social welfare implications. ആ രീതിയിലൊരു റിഫോമാണ്. അതിൽ തന്നെ ആ ചാപ്റ്ററിൽ ടൈം ഈസ് ടു ഷോർട്ട്, വി കനോട്ട് ഗോ ടു ദ ഡീറ്റെയിൽസ്. അറ്റ് ദ സെയിം ടൈം സോ ദിസ് ഗവൺമെൻറ് ഹാസ് ടു സ്റ്റഡി ദീസ് ഇഷ്യൂസ് ഡീറ്റെയിൽ. പിന്നെ കുറച്ച് 2-3 വേറെ പോയിന്റ്സ് ഉണ്ട്. One issue is that this I think Ramakumar made and Mohan made this. We are going for from a universal subsidy regime to targeted subsidy regime. അതിൽ ഞാൻ നോക്കിയപ്പം കേരളത്തിൽ എല്ലാ വെൽഫെയർ പെൻഷൻസും ടാർഗറ്റഡാണ്. എല്ലാ വെൽഫെയർ ഓൺലി ആൻഡ് that is by role. You can make it targeted by role or by design or by delivery. All welfare pensions targeted by role, and for example NREGA is targeted by design, only poor people self-select into that, and in other education and health, that is also targeted in another way by delivery. That has serious consequences, because what now in the literature on public welfare, there is a term called what is called residualization. Residualization means that if the quality of the public services is poor, then richer section move out of that, and then ultimately the poor will end up in that is residual category of the society will use that. So when you look at the usage of health services and higher education in Kerala, it is happening. For example, for recent NSSO survey shows that only 30% of the people are using public inpatient facility in government hospitals, and that earlier it was 37%. There was a corresponding increase in the private hospitals. And similarly, when you look at 71% of the childbirth is happening in private hospitals. So then another thing is that when you look at the higher education also, around 60% of the people are enrolled in unaided higher education institutions in India, as per the survey of higher education in India. So this essentially means that there is people are moving out of this thing, I think mainly because of the quality. And then in that case, this is the important point is that this is something important, because this is now when we talk about I will take 2 minutes. It's important for me. 1 minute. For what kind the ethos we preach about Kerala is that we have an equal society. Equality is one of the important, but now and in this process when years back we implemented land reform. That is one of the major reform in India. And then in Kerala, what happens is that this equalized the society, and along with the public expansion of education and cooperative system led to an equal society. And when you read the literature on other countries, I think Kerala, when there is a land reform or redistributive land reform, it increases the
the creditworthiness of the people and their access to the credit, and also leads to increase the human capital formation. In Kerala, what happened is that it is accompanied with the public expansion of education. So this contributed a lot to the current Kerala society. But now when you look at the current, what help an individual to move up the ladder? It is not the land, it is the quality education, health and public services. So if we want to help the people, to poor people to move up the ladder, it is important that we have to give and invest in quality education, health and this thing. But when it comes to the education, higher education, I don't think it is not the lack of resources, or resources may be that, but my experience I shows that it is also related to institutional issues, and in institutional issues in the sense that the system must have the incentive to innovate, excel, but I don't know the system how to do have that kind of thing. So this is, and if things are going in this way, the poor people may not be able to move up, and then that is something we are compromising is one important ethos of the school, that is equality and inclusiveness. So when we are talking about the financial crisis, I think it's also important to see whether how it is affecting the different sections of the society, and also when we are spending money, then we also have the responsibility to ensure that the systems are working, it is delivering. But I think it is now there are issues. We have to address that also. We have to see the crisis in that also as an occasion for changing the system. നവലിബറലിസം എന്നത് സ്റ്റേറ്റ് വേണോ മാർക്കറ്റ് വേണോ എന്ന ഒരു ചെറിയ കുട്ടികളുടെ തർക്കത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമല്ല. ഇറ്റ്സ് എ വെരി സീരിയസ് ഗ്ലോബൽ പ്രോബ്ലം. ഇറ്റ്സ് എ ഗ്ലോബൽ ക്ലാസ് പ്രോജക്റ്റ്. നവലിബറലിസത്തിൻ്റെ അർത്ഥം ഒരു വർഗത്തിൽ നിന്ന് സമ്പത്തും വരുമാനവും മറ്റൊരു വർഗത്തിലേക്ക് കൈമാറുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് നവലിബറലിസം. അല്ലാതെ സ്റ്റേറ്റ് വേണോ മാർക്കറ്റ് വേണോ എന്നുള്ള ഒരു നമ്മൾ സ്കൂളിൽ പറയില്ലേ ചീള് തർക്കത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് നവലിബറലിസത്തിനെ അതിൻ്റെ പ്രയോക്താക്കളെ പ്രോ ബിസിനസ് എന്നും അതിനെ പ്രോ മാർക്കറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന അതുൽ കോഹ്ലിയുടെ ഒരു പ്രയോഗമാണ്. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബീങ് പ്രോ ബിസിനസ് ആൻഡ് പ്രോ മാർക്കറ്റ്. ഇറ്റ്സ് വെൻ യു ബിക്കം പ്രോ ബിസിനസ് ദാറ്റ് യു ബിക്കം ക്രോണി, ആൻഡ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ന്യൂ ലിബറൽ പ്രോജക്റ്റ്. പ്രോ മാർക്കറ്റ് എന്നുള്ളത് ന്യൂ ലിബറൽ ആവണോ നിർബന്ധമില്ല. ഈവൻ മാർക്സിസ്റ്റ് ആർ പ്രോ മാർക്കറ്റ് ഇൻ ഡിഫറെൻറ്റ് വേസ്. China is pro-market in different ways. അതുകൊണ്ട് സ്റ്റേറ്റ് ആണോ മാർക്കറ്റ് ആണോ എന്ന് ദർ ഇസ് നോ ഇക്കോണമി ഇൻ ദിസ് വേൾഡ് സോഷ്യലിസ്റ്റ് ഓർ ക്യാപിറ്റലിസ്റ്റ് വിച്ച് ഡസ് നോട്ട് ഹാവ് ദ സ്റ്റേറ്റ് ഓർ ദ മാർക്കറ്റ്. All economies have both the state and the market. It's only the ratios that differ. So it's not the state versus market issue. I think we should approach this issue more seriously with some more academic rigor than simply a state market issue. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ധവളപത്രം എന്ന് പറയുന്ന റിപ്പോർട്ട് എഴുതിയവരൊക്കെ ഞങ്ങൾക്കതിൽ പങ്കില്ല എന്ന് മാറി നിൽക്കുന്ന ഒരു വിചിത്ര കാഴ്ചയാണ്. അപ്പോൾ ആരെ കുറ്റം പറയണമെന്ന് എനിക്കറിയില്ല. അതിൽ എഴുതിയിട്ടുള്ളതിന് ആരെ കുറ്റം പറയണമെന്ന് എനിക്കിപ്പോൾ വലിയ കൺഫ്യൂഷനാണ്. വായിച്ചു നോക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ടൊരു പ്രശ്നം കേരളം മുഴുവൻ കടത്തിൽ മുങ്ങിയിരിക്കുകയാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുക എന്ന ഒരു രാഷ്ട്രീയ കർത്തവ്യം തന്നെയാണ് ഈ ഫിസ്ക്കൽ സ്റ്റേറ്റസ് റിപ്പോർട്ടിനുള്ളത്. അത് ആര് മാറി നിന്നാലും കുഴപ്പമില്ല. പക്ഷേ വായിക്കുന്ന ആർക്ക് മനസ്സിലാവുന്നത് കടത്തിൽ മുങ്ങി നിൽക്കുന്ന, വികസന ചെലവുകൾക്ക് ഇടമില്ലാത്ത, പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നഷ്ടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുക എന്ന രാഷ്ട്രീയ കർത്തവ്യമാണ് ഈ റിപ്പോർട്ട് ആത്യന്തികമായിട്ട് നിർവഹിക്കുന്നത്. കടം എന്ന് പറയുന്നത് 5 ലക്ഷം കോടി രൂപയാണ് കടം എന്ന് പറയുന്നതിൽ പബ്ലിക് ഡെറ്റ് എത്രയാണ്? ഇത് ടോട്ടൽ ലയബിലിറ്റിയാണ്. ടോട്ടൽ ലയബിലിറ്റി അല്ല പബ്ലിക് ഡെറ്റ്. പബ്ലിക് ഡെറ്റാണ് തിരിച്ചു കൊടുക്കാനുള്ള പണം എന്ന് നമുക്ക് സാധാരണ പറയുക. 3.5 ലക്ഷം കോടി രൂപയെ പബ്ലിക് ഡെറ്റ് ഉള്ളൂ. ബാക്കിയുള്ളത് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രഷറി ബാങ്കിലെ ഡെപ്പോസിറ്റ്, പബ്ലിക് അക്കൗണ്ടിലുള്ള, കൺസോളിഡേറ്റഡ് ഫണ്ടിന് പുറത്ത് പബ്ലിക് അക്കൗണ്ടിലുള്ള ട്രഷറി ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള നിങ്ങളൊക്കെ പലരും സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം അതിലുള്ള സേവിങ്സ് അടക്കം സർക്കാരിന്റെ കടമായി പരിഗണിച്ചുകൊണ്ടുള്ള തുകയാണ് 5 ലക്ഷം കോടി രൂപ. അത് മാറ്റിവെച്ചാൽ വിപണിയിൽ നിന്നും മറ്റ് ബാങ്കുകളിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ള പണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു 3.5 ലക്ഷം കോടി രൂപയെ വരികയുള്ളൂ. അതായത് 35.5% ടോട്ടൽ ലയബിലിറ്റീസ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് തന്നെ ശരിയല്ല.
കൃത്യമായ GDP GSTP നമ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് 33.6% വരികയുള്ളൂ. 1. 2, അതിനുള്ളിൽ തന്നെ 24% മാത്രമേ പബ്ലിക് ഡെറ്റ് വരുന്നുള്ളൂ. അത് അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം വൈറ്റ് പേപ്പറിലോ സ്റ്റേറ്റസ് പേപ്പറിലോ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇനി ഒരു കടം എത്രയാവാം എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഈ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചു കേരളം എടുത്തിട്ടുള്ള കടം ഈ 3.5 ലക്ഷമായാലും 5 ലക്ഷം കോടി രൂപയായാലും ഇതിന് സസ്റ്റൈനബിൾ ആണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ 1-2 ക്രൈറ്റീരിയ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിലൊന്നാണ് ഏറ്റവും ആദ്യം UFC ഡോമാർ സജസ്റ്റ് ചെയ്തതും പിന്നീട് ഒളിവർ ബ്ലാൻചാർഡും മറ്റുമൊക്കെ പോപ്പുലറൈസ് ചെയ്തതുമായിട്ടുള്ള ഡോമർ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയൻ. നിങ്ങളുടെ സാമ്പത്തിക വളർച്ച നിങ്ങൾ കൊടുക്കുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലാണോ കുറവാണോ? നിങ്ങളുടെ സാമ്പത്തിക വളർച്ച നിങ്ങളുടെ പലിശ നിരക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ കടം സസ്റ്റൈനബിൾ ആണ്. 5% പോയിന്റിന്റെ വ്യത്യാസം കേരളത്തിന്റെ നോമിനൽ GSTPയുടെ വളർച്ചാ നിരക്കും കേരളം കൊടുക്കുന്ന പലിശ നിരക്കും തമ്മിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്രൈറ്റീരിയൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ഡെറ്റ് സസ്റ്റൈനബിൾ ആണ്. ഇനി കേരളത്തിന്റെ ഡെറ്റ് സസ്റ്റൈനബിൾ ആണോ അല്ലയോ എന്ന് മറ്റൊരു കാര്യം കൂടി അതിൻ്റെ അകത്ത് പറയാനുണ്ട്. 2019-20 എന്നൊരു വർഷം എടുക്കാം. ഈ 2019-20 കേന്ദ്രം വെച്ചിട്ടുള്ള ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ ലിമിറ്റ് 3%, കേരളത്തിന്റെ 2.9%. കേരളത്തിന്റെ ടോട്ടൽ ലയബിലിറ്റീസ് ടു GSTP റേഷ്യോ 32%. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന നമ്പറുകളാണ് 2019-20 കേരളത്തിനുണ്ടായിരുന്നത്. ദിസ് ഇസ് ഡെസ്പൈറ്റ് the demonetization of 2016, the GST issues of 2017, and the flood of 2018, the smaller flood of 2019. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് 2.9 ധനക്കമ്മിയും 32% മാത്രം കടഭാരവും കേരളത്തിലുണ്ടായിരുന്നത്. വളരെ കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കേരളത്തിന് ഉണ്ടായിരുന്നു. അതിനുശേഷം കോവിഡ് പ്രതിസന്ധി വന്നു. കോവിഡ് പ്രതിസന്ധി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? കേന്ദ്ര സർക്കാർ തന്നെ ഈ 3% എന്നുള്ളതിനെ ആദ്യത്തെ വർഷം 5%, രണ്ടാമത്തെ വർഷം 4% വർദ്ധിപ്പിച്ചു തന്നു. മറ്റൊരു സംസ്ഥാനവും അത് എടുത്തില്ല. കുറച്ച് ഇലക്ട്രിസിറ്റി റിഫോംസ് ഒക്കെ ചെയ്താൽ 4.5 വരെ പോകാം. ഇത് കേരളം മുഴുവനായി എടുത്തു. 5% എടുക്കാൻ പറ്റുമായിരുന്ന സ്ഥലത്ത് കേരളം 4.8 4.9 വരെ പോയി ആ വർഷം. അത് കേരളത്തിന് അവകാശപ്പെട്ട കടമായിരുന്നു. കാരണം ആ കടം ഉപയോഗിച്ചാണ് ഇവിടെ 20,000 കോടി രൂപയുടെ കൗണ്ടർ സൈക്ലിക്കൽ ഫിസ്ക്കൽ പാക്കേജ് പ്രഖ്യാപിച്ചത്. ഇവിടെ ക്വാറന്റൈനുകൾ ഉണ്ടായത്, ക്വാറന്റൈൻ സിസ്റ്റംസ് ഉണ്ടായത്, പബ്ലിക് ഹെൽത്തിന്റെ അപ്ഗ്രഡേഷൻ ഉണ്ടായത്, എല്ലാവർക്കും കിറ്റുകൾ കൊടുക്കാൻ കഴിഞ്ഞത്. ഇതൊക്കെ വെറുതെ കൊടുത്തതല്ലോ. അത് മാത്രമല്ല, ആ സമയത്താണ് വെറും 50 ലക്ഷത്തിൽ കുറവ് മാത്രം പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ആ കോവിഡ് കാലം മുതലാണ് 62 ലക്ഷത്തിലേക്ക് നമുക്ക് ബെനിഫിഷ്യറീസിന്റെ എണ്ണം ഉയർത്താനായിട്ട് കഴിഞ്ഞത്. കാരണം അതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ലാത്ത ആൾക്കാരെയും പെൻഷന്റെ ആംബിറ്റിലേക്ക് കൊണ്ടുവന്നത് ഈ വർഷങ്ങളിലായിരുന്നു. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് കേരളത്തിന്റെ കടഭാരം വർദ്ധിച്ചു. ആദ്യത്തെ വർഷം 32 നിന്ന് 38% കൂടി. അതിൻ്റെ അടുത്ത വർഷം 36, 37% വരെ കേരളത്തിന്റെ ലയബിലിറ്റീസ് ടു GSTP റേഷ്യോ പോയി. സ്വാഭാവികമാണ്. മറ്റ് സ്റ്റേറ്റുകളൊന്നും ഇത് ഉപയോഗിച്ചില്ല. അവിടെയൊക്കെ മനുഷ്യർ ടൺ കണക്കിന് ചത്തു. ഈ പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്തുകൊണ്ടാണ് കേരളത്തിൽ കടഭാരം 38-37 ആയത്? കേരളത്തിലെ ജനങ്ങൾ മരിക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ഗംഗാ നദീതടത്ത് ആയിരക്കണക്കിന് ആളുകളെ പേരും ഊരുമില്ലാതെ അടക്കി ഒരു കൊടി മാത്രം വെച്ച സ്ഥലത്ത് നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് അങ്ങനെ ഉണ്ടാവണമായിരുന്നോ? അല്ലല്ലോ. അതല്ലല്ലോ നമ്മൾ ആഗ്രഹിച്ച. അതല്ലല്ലോ കേരളം. കേരളത്തിന്റെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഒരു മാനവിക മൂല്യങ്ങളിൽ അടിസ്ഥാനമാക്കി മനുഷ്യന്റെ വിദ്യാഭ്യാസം, ആരോഗ്യം, ജീവിതത്തിന്റെ സകല മേഖലകളിലും മനുഷ്യന്റെ സ്ഥിതി മെച്ചപ്പെടുത്തുക എന്ന ഒരു അടിസ്ഥാന പ്രിൻസിപ്പിളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പൊ കേപ്പബിലിറ്റി തിയറിയാണ്. കേപ്പബിലിറ്റി തിയറി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം കേരളം അല്ലാതെ വേറെ ഏതുണ്ട് ഇന്ത്യയിൽ? അമർത്യ സെന്നിന്റെ പബ്ലിക് ആക്ഷൻ എന്ന ആർഗ്യുമെന്റ് തന്നെ കേരളത്തിൽ നിന്നല്ലേ വന്നത്. കേരളം കേപ്പബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം എങ്ങനെയാ വരുന്നത്? കേരളത്തിൽ നിന്നാണ് കേപ്പബിലിറ്റി വന്നത് തന്നെ. കേന്ദ്രം പറഞ്ഞു വീണ്ടും 3% ആക്കണമെന്ന് പറഞ്ഞു, ആക്കി. നമുക്ക് തോന്നിയ പോലെ കടമെടുക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. കേന്ദ്രം അനുവദിച്ചാൽ മാത്രമേ കടമെടുക്കാൻ സാധിക്കുകയുള്ളൂ. 3% എന്ന ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ കേന്ദ്രം ആ നിമിഷം ആ ഡോറങ്ങ് ക്ലോസ് ചെയ്യും. നമുക്ക് പിന്നെ ബോണ്ട് ഫ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അടുത്ത വർഷം കൊണ്ട് 3% മാത്രം എന്ന് പറയുമ്പോൾ കടഭാരം പഴയത് കൊടുത്തു തീരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചാക്രിക പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് കടഭാരം കുറയും. വെറും കണക്കല്ലേ അത്?
കടഭാരം കുറഞ്ഞ് ഇപ്പോൾ 35ആയി. ശരിയായ കണക്കനുസരിച്ച് 33.6% 25-26 കേരളത്തിൻ്റെ മൊത്തം ലയബിലിറ്റി. കടഭാരം എന്ന് പറയരുത്, കടം തിരിച്ചു കൊടുക്കാനുള്ളതാ. ലയബിലിറ്റീസ് ടു GSDP റേഷ്യോ. അതാണ് ഈ 5 ലക്ഷം കോടി എന്ന് നമ്മൾ പറയുന്നത്. അതിനെയും കുറയും. 27-28 ആകുമ്പോൾ അത് നമ്മളൊരു 32-33% കൊണ്ടെത്തിക്കും. അതിലൊരു കുഴപ്പമില്ല. ഇറ്റ്സ് എ വെരി സസ്റ്റൈനബിൾ റേഷ്യോ. കേന്ദ്രത്തിൻ്റെ 58%. അപ്പോൾ കേന്ദ്രത്തിൻ്റെ 58% കടം, സംസ്ഥാനങ്ങളുടെ 29 ശരാശരി കടം, ഇതെല്ലാം കൂടിയിട്ട് 80-85% ഇന്ത്യയുടെ പൊതുകടം. ജപ്പാൻ്റേത് 250%. ഏത് G7 രാജ്യങ്ങളെടുത്ത് നോക്കിയോളൂ, അവർക്കൊക്കെ 100-125 മുകളിലാണ് അവരുടെ ടോട്ടൽ ലയബിലിറ്റീസ് ടു GDP റേഷ്യോ. ഇത് അടുത്ത 2-3 വർഷത്തിനുള്ളിൽ 32-33% നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അനാവശ്യമായിട്ട് ഭയപ്പെടേണ്ട ഒരു വിഷയം ഇതിൻ്റെ അകത്തില്ല എന്നാണ് എൻ്റെ പക്ഷം. രണ്ടാമത്തെ ചോദ്യം എന്താ? കേരളത്തിന് റവന്യൂ കമ്മി കൂടുതലുണ്ട്. ആണ്. എന്തിനാ റവന്യൂ കമ്മി പേടിക്കുന്നത്? ഇന്ത്യയിൽ ഒന്നുകൂടി പറഞ്ഞ പരമേശ്വരൻ സോറി കേട്ടോ, നവലിബറലുകൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് റവന്യൂ കമ്മിയെ എന്തോ ഒരു പേടിയുണ്ട്. റവന്യൂ കമ്മി എന്തിനാ പേടിക്കുന്നത്? റവന്യൂ കമ്മി മോശം, ധനക്കമ്മി മോശമില്ല, 3% വരെ ആവാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? റവന്യൂ കമ്മി 0 ആക്കണം, ധനക്കമ്മി 3% വരെ ആകാം. അപ്പം 0 മുതൽ 3% വരെയുള്ളത് നിങ്ങൾക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ കണക്ക്. പക്ഷേ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇല്ല എന്ന് ആര് പറഞ്ഞു? അത് മുൻ മന്ത്രി ഇവിടെ പറഞ്ഞു. ഞങ്ങൾ പ്ലാനിംഗ് ബോർഡിൽ ഉള്ളപ്പോൾ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പ്ലാൻ ഫണ്ട് വയ്ക്കുന്ന റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ഭൂരിഭാഗം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. കിഫ്ബിക്ക് കൊടുക്കുന്ന പണം മുഴുവനായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് പോകുന്നു. പക്ഷെ കണക്കിലത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന പണം മുഴുവനായിട്ട് ഡെവലപ്മെന്റ് ഫണ്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ശതമാനം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. പക്ഷെ ബുക്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അത് വേർതിരിച്ച് കാണണ്ടേ? അത് വേർതിരിച്ച് കാണാതെ 1.5% ഉള്ളൂ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു GDP റേഷ്യോ എന്ന് പറയുന്നത് ശരിയാണോ? ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ RBIയുടെ റിപ്പോർട്ടിൽ നിന്ന് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ടു GSDP റേഷ്യോ സ്റ്റേറ്റുകളുടെ റാങ്ക് എടുത്ത് കേരളം 39% ഉള്ളൂ, എല്ലാ സംസ്ഥാനങ്ങൾക്കും 63% പറയുമ്പോൾ ഈ പറയുന്ന റവന്യൂ എക്സ്പെൻഡിച്ചറിൽ പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന 13,000 കോടി രൂപ ഉൾപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇതൊക്കെ വിമർശനങ്ങളാണ് ഈ സ്റ്റേറ്റസ് പേപ്പറിന്റെ. അതിനകത്ത് ഞാൻ അതിൻ്റെ അകത്ത് മോട്ടീവ്സ് ഒന്നും ഞാനിവിടെ അട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ പ്രതീതി നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് കടം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇവിടെ നടക്കുന്നില്ല. അതുപോലെ തന്നെ എല്ലാ റവന്യൂ ചെലവുകളും സംസ്ഥാനത്തിൻ്റെ ധനകാര്യത്തിന് മേലുള്ള ഒരു ബർഡനാണ് എന്ന രൂപത്തിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നത് ശരിയല്ല. അത് തെറ്റാണ്. 2 minutes ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് ഈ റവന്യൂ കമ്മിയുടെ പ്രശ്നം? കേരളത്തിൽ റവന്യൂ കമ്മി കൂടുതലാണ്, ശരിയാണ്. അതിനെന്താ കാരണം? അതിന് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഒരു ഘടനാപരമായ പ്രശ്നമാണ് റവന്യൂ ചെലവുകൾ കൂടി നിൽക്കുന്നത്. UDSA എഡ്യൂക്കേഷൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ കേരളത്തിൽ 17 അധ്യാപകരുണ്ട്. അതിന് തൊട്ട് താഴെ നിൽക്കുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ, പഞ്ചാബിൽ, ഹരിയാനയിൽ ഒരു സ്കൂളിൽ 7 അധ്യാപകരേ ഉള്ളൂ. ഇനി മധ്യപ്രദേശിൽ ഒരു സ്കൂളിൽ 3 അധ്യാപകരേ ഉള്ളൂ. UPയിൽ ഒരു സ്കൂളിൽ 5 അധ്യാപകരേ ഉള്ളൂ. ഇന്ത്യയിലെ 8% സ്കൂളുകൾ ഏകാധ്യാപക വിദ്യാലയങ്ങളാണ്, ഒറ്റ ടീച്ചറേ ഉള്ളൂ. ഇനി നഴ്സസിന്റെ കാര്യം എടുക്കാം. 1000 പേർക്ക് കേരളത്തിൽ 9 നഴ്സുമാരുണ്ട്. ഈ 1000 പേർക്ക് ആന്ധ്രാപ്രദേശിൽ 5 നഴ്സുമാരേ ഉള്ളൂ. UPയിൽ അര നഴ്സേ ഉള്ളൂ. 1000 പേർക്ക് അര നഴ്സ്. UP നമുക്ക് 1000 പേർക്ക് 9 നഴ്സുമാരുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? അതോ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു കഥ പറയാം. എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ അനിയൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു, എന്നോട് കുറച്ച് കാശ് കടം മേടിച്ചു. ഈ കാശ് കടം മേടിച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ഒരു ഉൾഗ്രാമത്തിലാണ്. കൈക്കൂലി കൊടുക്കണം. കൈക്കൂലി കൊടുക്കുന്നതിനാ സ്കൂളിൽ ജോലി കിട്ടണം. എത്ര കൈക്കൂലി? 30 ലക്ഷം. 30 ലക്ഷം കൈക്കൂലി കൊടുത്ത് ഒരു ടീച്ചറിൻ്റെ ഉദ്യോഗം വാങ്ങി. എത്ര ശമ്പളം? 15,000 രൂപ. ഞാൻ ചോദിച്ചു, നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇതൊന്ന് കണക്കൂട്ടി നോക്കി, ഇതെങ്ങനെയാ ഈ റിട്ടേൺസ് കണക്കോ? ഇത് ജീവിതകാലം മുഴുവൻ ശമ്പളം വാങ്ങിച്ചാലും ഈ കടം തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിനൊക്കെ വഴിയുണ്ട്. എന്താ? ഞാൻ ഡൗറി മേടിക്കും. 30 ലക്ഷം രൂപ ഡൗറി മേടിക്കും. അത് ഞാൻ കടന്ന് തിരിച്ചു കൊടുക്കും, സാറിനെയും തിരിച്ചു തരും. ഇങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങൾ റവന്യൂ ചെലവ് കുറച്ച് നിർത്തുന്നത്. ഇത് മതിയോ കേരളത്തിൽ എന്നുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന, നവലിബറലുകൾ അടക്കം ഫേസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇനി
ഇവിടെ ഡോക്ടർ വീരമണി പറഞ്ഞ ഒരു കണക്ക് കൂടിയുണ്ട്. അതിലൊരു ചെറിയ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂമറിക്കൽ എബിലിറ്റിയെ കുറവായിരുന്നു ഒരു സമയത്ത്. 2020 നമ്മൾ ആ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തത്. അതിനുശേഷം 2024 ഏസറിൻ്റെ പരഖ് സർവേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണക്കാകെ തിരിഞ്ഞു. കാരണം നമ്മൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ സ്കൂൾ മേഖലയിൽ നടത്തുകയും ന്യൂമറിക്കൽ എബിലിറ്റിയിൽ ഗ്രേഡ് 3 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ന്യൂമറിക്കൽ എബിലിറ്റിയിൽ കേരളത്തിലെ 70% ഗ്രേഡ് 3 കുട്ടികൾക്ക് ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ളപ്പോൾ ഇന്ത്യയിൽ 60% ഗ്രേഡ് 3 കുട്ടികൾക്ക് ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ളൂ. ഈ ന്യൂമറിക്കൽ എബിലിറ്റി തന്നെ 2021 നമ്മൾ 60% കുട്ടികൾക്ക് ഗ്രേഡ് 3 ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 70% കുട്ടികൾക്ക് ന്യൂമറിക്കൽ എബിലിറ്റി ഗ്രേഡ് 3 ഉണ്ട്. ഇത് ഗ്രേഡ് ലെവൽ കോമ്പിറ്റൻസി എന്നാണ് അവരിതിനെ പറയുന്നത്. ലാംഗ്വേജസിൽ ഇത് തന്നെയാണ് സ്ഥിതി കേട്ടോ. കേരളത്തിൽ 75%, ഇന്ത്യയിൽ 64%. ഇനിയൊരു കാര്യമുണ്ട്, ഇത് ടീച്ചർമാരില്ലാതെ 15,000 രൂപ ശമ്പളം മേടിക്കുന്ന ടീച്ചർമാരെ വെച്ചിട്ട്, കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന ടീച്ചർമാരെ വെച്ചിട്ട് ന്യൂമറിക്കൽ എബിലിറ്റി 50% കടത്താമെന്ന് വിചാരിക്കണ്ട. അത് അതാണ് പറഞ്ഞത്, കേരളത്തിൻ്റെ ഘടനാപരമായ പ്രശ്നമാണ് റവന്യൂ ചെലവുകൾ. ഈ റവന്യൂ ചെലവുകളുടെ ഭാഗമായിട്ടാണ് റവന്യൂ കമ്മി ഇവിടെ ഉണ്ടാവുന്നത്. അത് വലിയ അപകടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അപകടമാണെന്ന് ഒരു വശത്ത് പറയും, നമ്മൾ കേപ്പബിലിറ്റി തിയറി വേണമെന്ന് മറുവശത്ത് പറയുകയും ചെയ്യുന്നത് ശരിയാവില്ല. കാരണം ക്വാളിറ്റി ഉറപ്പാക്കാൻ ക്വാണ്ടിറ്റി അത്യന്താപേക്ഷിതമാണ്. ക്വാണ്ടിറ്റി ഇല്ലാതെ നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല. ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് ക്വാളിറ്റി വരണം എന്ന് നിർബന്ധമില്ല. ബട്ട് ക്വാണ്ടിറ്റി ഈസ് എ നെസസറി കണ്ടീഷൻ ടു എൻഷുവർ ക്വാളിറ്റി. അത് ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. ഇത് ലോകമെമ്പാടും ഉള്ള പഠനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠമാണ്. അപ്പോൾ ഈ റവന്യൂ കമ്മി എന്ന് പറയുന്നതിനെ ഈ അനാവശ്യമായിട്ട് ഡെമോണൈസ് ചെയ്യേണ്ട ഒരു ആവശ്യവും കേരളത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചില വിഷയങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. കുറച്ചുകൂടി പറയാനുണ്ട്. നല്ല ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് അതിന് ഉത്തരവാം, അതിന് സമയമാവാം. താങ്ക് യു.